മകളല്ലോ മുല്ലവള്ളി, അവൾക്കല്ലോ പൂഞ്ചൊടിയിൽ തേൻ തുള്ളി. വളയിട്ട കൈകളാൽ പൂമരച്ചില്ലകൾ വാരി പുണരുന്ന മുല്ലവള്ളി. വസന്തത്തിൻ മകളല്ലോ മുല്ലവള്ളി, അവൾക്കല്ലോ പൂഞ്ചൊടിയിൽ തേൻ തുള്ളി. വളയിട്ട കൈകളാൽ പൂമരച്ചില്ലകൾ വാരി പുണരുന്ന മുല്ലവള്ളി. വളയല്ലോ പണ്ടു ശകുന്തളമാലിനി തീരത്ത് പൊന്നിലസുകളണിയിട്ടതി വളയല്ലോ. പർണകുടീരത്തിൽ യുവന്ത്രുപൻ വന്നപ്പോൾ പുൽകി വളർത്തിയതി വളയല്ലോ. പർണകുടീരത്തിൽ യുവന്ത്രുപൻ വന്നപ്പോൾ പുൽകി വളർത്തിയതി വളയല്ലോ. അവൾക്കല്ലോ പൂനിലാവ് ഉടവ നൽകി, അവൾക്കല്ലോ മഞ്ഞുകാലം കുളിരു നൽകി. വസന്തത്തിൻ മകളല്ലോ മുല്ലവള്ളി, അവൾക്കല്ലോ പൂഞ്ചൊടിയിൽ തേൻ തുള്ളി. വളയിട്ട കൈകളാൽ പൂമരച്ചില്ലകൾ വാരി പുണരുന്ന മുല്ലവള്ളി. വളയല്ലോ പണ്ടു ശ്രീ പാർവതി ഹിമഗിരി ശൃംഗത്തിൽ പൊന്തളി ചാർത്തിയതി വളയല്ലോ. പുള്ളിമാൻ തോലിട്ട് പ്രിയതമൻ നിന്നപ്പോൾ നുള്ളി കൊതിപ്പിച്ചതി വളയല്ലോ. പുള്ളിമാൻ തോലിട്ട് പ്രിയതമൻ നിന്നപ്പോൾ നുള്ളി കൊതിപ്പിച്ചതി വളയല്ലോ. അവൾക്കല്ലോ വെള്ളിവെയിൽ കുട നിവർത്തി, അവൾക്കല്ലോ വർഷകാലം അമൃതു നൽകി. വസന്തത്തിൻ മകളല്ലോ മുല്ലവള്ളി, അവൾക്കല്ലോ പൂഞ്ചൊടിയിൽ തേൻ തുള്ളി. വളയിട്ട കൈകളാൽ പൂമരച്ചില്ലകൾ വാരി പുണരുന്ന മുല്ലവള്ളി. സമയം ഒരുപാടായി. വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ എന്നെ കൊല്ലും. അങ്ങനെ അങ്ങ് ധൃതിപ്പെട്ടാലോ? ചിത്രം പൂർത്തിയാക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നാളെ പൂർണ്ണ. ഈ ചിത്രം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ നിന്നെ നോക്കിയിരിക്കുമ്പോൾ എല്ലാം മറന്നു പോകുന്നു. എന്നെപ്പോലും, എന്റെ പെയിന്റിങ്ങിനെ പോലും. ഇങ്ങനെയാണെങ്കിൽ രാജൻ എന്നെ പോലും മറന്നു കളയും. നിന്നെ മറന്നാൽ എങ്ങനെയാണ് ഞാൻ ജീവിക്കുക? എന്റെ ആത്മാവാണ്, എന്റെ പാട്ടുകളുടെ ജീവനാണ്, എന്റെ ചിത്രങ്ങളുടെ ചായക്കൂട്ടുകളിൽ പ്രസിച്ചു നിൽക്കുന്ന ചൈതന്യമാണ്. എന്റെ ചിത്രം പൂർത്തിയാക്കും. ഇപ്പൊ നിന്നെപ്പറ്റിയല്ലാതെ മറ്റൊന്നും ആലോചിക്കാൻ എനിക്ക് വയ്യ. എന്നാൽ രാജനെ കൊണ്ട് ഞാൻ ഒളിച്ചോടട്ടെ. അത് ചിന്തിക്കാൻ കൂടി എനിക്ക്. ചേച്ചി മീനെ, എന്താ ചേച്ചി ഇങ്ങനെ പെട്ടെന്ന് വന്നത്? ഞാനും ഡാഡി സ്റ്റേഷനിൽ വരുമായിരുന്നല്ലോ. പെട്ടെന്ന് വന്ന് കയറിയാലുള്ള ഈ അത്ഭുതവും ആനന്ദവും മുൻകൂട്ടി അറിയിച്ചാൽ ഉണ്ടാവുമോ മീനെ?
കുഞ്ഞുങ്ങളെവിടെ എത്തി? മോളെ മീനെ, കമലത്തിന്റെ മൂന്നാമത്തെ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറെടുത്തോളൂ. അയ്യോ, ചേച്ചിക്ക് മൂന്നാമതും കോടി. നിനക്ക് കുട്ടികളെ ഇഷ്ടമില്ലെങ്കിൽ നീ വിവാഹം കഴിക്കില്ല. കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പ്രസവിക്കില്ല. നിന്റെ ഭർത്താവാകുന്ന ആളിന് കുട്ടികളെ ഇഷ്ടമാണെങ്കിലോ ചേച്ചിയുടെ കുട്ടികളെ എടുക്കും. ഞാൻ അവരെ തന്നില്ലെങ്കിൽ ഞാൻ എടുത്തോണ്ടങ്ങ് പോവും. ചേച്ചി, മറ്റെല്ലാവരും വന്നില്ലേ? ആരായി എല്ലാവരും? യുവർ ഹസ്ബൻഡ് മിസ്റ്റർ അശോക്, എന്റെ ചേട്ടൻ. ആ, എല്ലാവരും വന്നില്ല. എല്ലാവർക്കും അവിടെ ഭയങ്കര ജോലി തിരക്ക്. കോടതിയിൽ ധാരാളം കേസുകളുള്ള സമയം. അശോകാണോ? അയാൾക്ക് എപ്പോഴും കോടതിയും കേസും ജോലി തിരക്കും. കുഞ്ഞുങ്ങൾ എന്നെ വിളിക്കുന്നു. നമ്മൾ മലയാളികളല്ലേ, നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. വലിയ കടലുണ്ട്. ആ കടലിൽ വലിയൊരു തിമിങ്ങലും ഉണ്ട്. എന്റെ ദൈവമേ, തിമിങ്ങലോ ഉണ്ടോ? ആന്റി ആന്റി, മദ്രാസിൽ ഒരു ബസിന്റെ പുറത്ത് മറ്റൊരു ബസ് ഉണ്ട്. മുകളിലത്തെ ബസ്സിൽ ഡ്രൈവർ ഇല്ല. ഓഹോ, മദ്രാസ് ഒരു അത്ഭുതം നിറഞ്ഞ സ്ഥലം തന്നെ. ഞാനാണ് ആന്റിയെ മദ്രാസ് കൊണ്ടുപോകുന്നത്. ഞാനാണ് ആന്റിയെ മദ്രാസിൽ നിങ്ങൾ വഴക്കുടിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആന്റിയെ മദ്രാസ് കൊണ്ടുപോയാൽ മതി. ബാബുവിന്റെ ജന്മദിനത്ത് അച്ഛൻ വരുമെന്ന് വിചാരിച്ചു. എനിക്ക് എങ്ങനെ വരാൻ സാധിക്കും മോളെ? എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഇല്ലേ? പിന്നെ മീനയാണെങ്കിൽ മീനക്ക് എന്ത് പറ്റി? അവൾക്ക് പ്രായമായില്ലേ മോളെ? അവളിവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാൻ എനിക്കൊരു മനപ്രയാസം. അവളെ കൂടെ കൊണ്ടുവരണമെങ്കിൽ ചെലവല്ലേ? ഓ, ഈ അച്ഛൻ മഹാപിശുക്കനായി തീർന്നിരിക്കുകയാണ്. ഞാൻ പിശുക്കനൊന്നും അല്ലടി. ഇനി മീനയുടെ കല്യാണ ചെലവില്ലേ, അത് കഴിഞ്ഞ് നോക്ക്. നിങ്ങളുടെ അച്ഛൻ ധാരാളം ചെലവാക്കും. ആലോചന വല്ലതും ഉണ്ടോ? ചിലതെല്ലാം ഞാൻ മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. നീ വന്ന സ്ഥിതിക്ക് അതിലേതെങ്കിലും ഒന്ന് നീ തന്നെ നിശ്ചയിച്ചുറപ്പിക്കുക. നിങ്ങളുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. ശരി അച്ഛാ, മീനയുടെ വിവാഹം നിശ്ചയിച്ചിട്ട് ഇനി ഞാൻ മദ്രാസിലേക്ക് പോകുന്നുള്ളൂ. ട്രെയിൻ സ്റ്റേഷനിലെത്തി. അല്പം ബാക്കി പോട്ടെ, അവിടെ വെക്കൂ. അച്ഛാ, കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോ മീൻ എന്നെ അങ്ങ് മറന്നു. കുട്ടികളുടെ കൂടെ കഴിയുമ്പോൾ മീനെ ഒരു കുട്ടിയായിട്ടിരിക്കും. കല്യാണം കഴിയുമ്പം ഈ കുട്ടിക്കളിയൊക്കെ മാറിക്കൊള്ളും. ഓ ചേച്ചി, ബാബു, ഗീത, ബാബു, ഗീത. ആഹാ, രണ്ടുപേരും ഇവിടെ ഒളിച്ചിരിക്കായിരുന്നല്ലേ? വരും, കിടന്നുറങ്ങാൻ. ആന്റി, ഒരു കഥ പറയണം. പിന്നെ പറയാൻ മോനെ. പ്ലീസ് ആന്റി, പ്ലീസ് പ്ലീസ് പ്ലീസ്. പച്ചമലയിൽ പവിഴമലയിൽ പട്ടുടുത്ത താഴ്വരയിൽ കണ്ടുമുട്ടി പണ്ടൊരിക്കൽ രണ്ട് കൃഷ്ണമൃഗങ്ങൾ. പച്ചമലയിൽ പവിഴമലയിൽ പട്ടുടുത്ത താഴ്വരയിൽ കണ്ടുമുട്ടി പണ്ടൊരിക്കൽ രണ്ട് കൃഷ്ണമൃഗങ്ങൾ. വർഷമയൂരം പീലി വിടർത്തും വൃക്ഷലതാഗൃഹങ്ങളിൽ, വർഷമയൂരം പീലി വിടർത്തും വൃക്ഷലതാഗൃഹങ്ങളിൽ മെയ്യും മെയ്യും
ഞാൻ മീനയാണെന്ന് വിചാരിച്ച് ചെയ്തു പോയതാണ്. നിങ്ങൾ ആരാണ്? നിങ്ങളാരാണ്? ഞാൻ മീനയുടെ സഹോദരിയാണ്. ഓ, ഞാനും മീനയും ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. നിങ്ങളുടെ പേര്? രാജേന്ദ്രൻ. ജോലി? പ്രത്യേകിച്ചൊന്നുമില്ല. കുറേശ്ശെ പെയിന്റ് ചെയ്യും, ചിലപ്പോഴൊക്കെ റേഡിയോയിൽ പാടാം. ഓഹോ, നിങ്ങളാണോ AR പാടാറുള്ള രാജേന്ദ്രൻ? അതെ. വീട്ടിൽ ആരെല്ലാം ഉണ്ട്? എല്ലാവരും ഉണ്ട്. ദാ മീന വരുന്നുണ്ട്. മിസ്റ്റർ രാജേന്ദ്രൻ എവിടെ നിൽക്കണം? ഞാൻ ഇപ്പൊ വരാം. എന്താ ചേച്ചി? നിന്നെ കാണാൻ രാജേന്ദ്രൻ ഇവിടെ വന്നിരുന്നു. നിന്നെ പിടിച്ചോണ്ട് വന്നപ്പോഴേക്കും അയാൾ ഓടിക്കളഞ്ഞു. രോഗം എനിക്ക് മനസ്സിലായി. എനിക്ക് രാജേന്ദ്രനെ ഇഷ്ടമായി. ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ? രാജേന്ദ്രൻ എന്നെ കാണാനൊന്നുമല്ല വന്നത്. ഓ, അത് ശരി. പക്ഷെ ഞാൻ ഇനി നിന്റെ വിവാഹം നടത്തിയിട്ടേ മദ്രാസിന് പോകുന്നുള്ളൂ. പോ ചേച്ചി. ഇന്നു മുതൽ എന്നോട് വലിയ അടുപ്പമൊന്നും കാണിക്കണ്ട. അതെന്താ? അല്പം ദൂരം എന്നൊക്കെ സംസാരിച്ചാൽ അന്ന് ചേച്ചി എന്നെ പിടിച്ചോണ്ട് വന്നപ്പോൾ എന്തിനാ ഓടിയത്? ചേച്ചിക്ക് നമ്മളെ പറ്റി വല്ല സംശയം തോന്നിയോ? പിന്നെ ഇല്ലേ. എന്ത് പറഞ്ഞു? ചേച്ചി പറഞ്ഞു. എന്ത് പറഞ്ഞു? പറയൂ മീന. രാജേന്ദ്രൻ വളരെ 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 നല്ല മനുഷ്യനാണ്. പിന്നെന്ത് പറഞ്ഞു? ചേച്ചി തന്നെ അച്ഛനോട് പറഞ്ഞു നമ്മുടെ വിവാഹം നടത്താമെന്ന്. ഞാൻ ഇന്ന് തന്നെ എന്റെ വീട്ടിൽ പോയി എന്റെ അച്ഛനോട് പറയും. ആട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിക്കും മീന. വിവാഹം കഴിഞ്ഞാൽ എന്നോട് പിണങ്ങുമോ? തീർച്ചയായും പിണങ്ങും. എന്തിനാ? മീന, എന്നെ ഒന്ന് വന്ന് ആലിംഗനം ചെയ്യൂ മീന എന്ന് പറയുമ്പോ നീ വരില്ല, ഞാൻ പിണങ്ങും. ഞാൻ വരില്ല. ഞാൻ വരില്ല. ഞാൻ വരില്ല, വരില്ല, വരികയില്ല. ചേച്ചി, ബാബു, ഗീത, എല്ലാരും എവിടെ പോയിരിക്കുന്നു? ആരെയും കാണുന്നില്ല. ആശുപത്രിയിൽ പോയിരിക്കാണ്. ആശുപത്രിയില്ല? എന്തിനാ? കമല കൊച്ചമ്മ കോണിപ്പടിയിൽ നിന്ന് കാല് വഴിക്ക് താഴെ വീണു. മമ്മി എവിടെ ആന്റി പോയിരിക്കണേ? ആന്റി, മമ്മി എപ്പോ വരും? എന്റെ മക്കൾ ഉറങ്ങിയാട്ടെ, മമ്മി വരും. എന്താണ് മമ്മി തനിയെ പോയത്? മമ്മി ഇനി എപ്പോ വരും? മമ്മി ഒന്നും ഞാൻ മിണ്ടൂല. ഞാനും മമ്മിയോടെ മിണ്ടൂല. ആന്റിയും മമ്മിയോട് മിണ്ടരുത് കേട്ടാ. ഞാനിനി ഒരിക്കലും മിണ്ടൂല മോനെ. എന്താണ് ആന്റി കരയുന്നത്? അപ്പൂപ്പൻ കരയുന്നു, ഡാഡി കരയുന്നു, ആന്റി കരയുന്നു. എന്താ ഇവിടെ വല്ലതും ചത്തുപോയോ? ചത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ബാബു, എനിക്കും കഴിച്ചാൽ പറഞ്ഞു. എനിക്കും ഡാഡി, ഡാഡി, നമുക്ക് കളിക്കാം. വരൂ ഡാഡി, നമുക്ക് കളിക്കാം. നിങ്ങൾ പോയി കളിക്കും. ഡാഡിക്ക് തീരെ സുഖമില്ല. കളിക്കാൻ വിളിച്ച ആരും വരില്ല, ആന്റിയും വരില്ല, ഡാഡിയും വരില്ല. മമ്മി വരുമ്പോ നമുക്ക് മമ്മിയുടെ കൂടെ കളിക്കാൻ ഗീത്. അപ്പൊ ഡാഡിയും ആന്റിയും കൂട്ടത്തിൽ കൂട്ടുമല്ല. വരൂ ഗീത്, നമുക്ക് കളിക്കാം. ഇനിയൊന്നും പെട്ടിയിൽ വയ്ക്കാനില്ലേ? ഏത് ട്രെയിനിനാണ് പോകുന്നത്? നൈറ്റ് ട്രെയിൻ. കുഞ്ഞുങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ പോയാൽ അവർ കരയും. അവർ കരയുന്നത് കണ്ടുകൊണ്ട് പോകാൻ എനിക്ക് സാധ്യമല്ല. മീന, ഞാൻ പോയതിനു ശേഷം കുട്ടികളോട് അവരുടെ അമ്മ മരിച്ചുപോയി എന്നുള്ള വിവരം തുറന്നു പറഞ്ഞേക്കണം. കമല മരിച്ചിട്ട് 2 ആഴ്ചയായില്ലേ. ഇനിയും അത് അവരൊന്ന് വിളിച്ചു വെക്കുന്നത് കൂടുതൽ ക്രൂരതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അശോക്, ദയവ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കൂടി നിങ്ങളിവിടെ താമസിക്കണം. എന്റെ കുട്ടികളെ മനസ്സോടെയല്ല ഞാനിവിടെ വിട്ടേച്ചു പോകുന്നു.
പക്ഷെ പോകാതിരിക്കാൻ നിവൃത്തിയില്ല. വളരെ ഗൗരവമേറിയ ഒരു കേസിന്റെ ഹിയറിംഗ് ആണ്. എന്റെ കക്ഷികളെ ഞാൻ എന്തിനു വെറുതെ വേദനിപ്പിക്കുന്നു? കഴിഞ്ഞ 2 ആഴ്ചയായി എല്ലാം മുടങ്ങിയിരിക്കുകയല്ലേ. അത് ശരിയാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ പോയാൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ തളർന്നു പോകും അശോക്. എനിക്ക് സഹിക്കാനാവില്ല. ഇനി എന്ത് തന്നെ ആയാലും നിങ്ങൾ പോകരുത്, നിങ്ങൾ. കുഞ്ഞുങ്ങൾ ഉറങ്ങിയോ? ഉറങ്ങി. അച്ഛാ, പാല്. മോളെ, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. എന്തച്ഛാ? കമലത്തിന്റെ മരണശേഷം എന്റെ മനസ്സിന് യാതൊരു സ്വസ്ഥതയും ഇല്ലാതായി തീർന്നു. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനവുമില്ല മോളെ. അശോകാണെങ്കിൽ അവന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചു കഴിയുന്ന ഒരു പ്രകൃതക്കാരനാണ്. ഈ കുട്ടികളെ ആര് നോക്കും മോളെ? കുട്ടിയുടെ നമുക്ക് ഇവിടെ വളർത്താത്ത. അവരെ വളർത്താൻ ഇവിടെ ആരുണ്ട് മോളെ? അവർക്ക് ഞാനുണ്ട് അച്ഛാ, ഞാനുണ്ട്. ചേച്ചിയെ പോലെ ഞാൻ അവരെ സംരക്ഷിക്കാം. എത്ര നാളത്തേക്ക് മോളെ? നീ ഒരു വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ മോളെ, അശോക് ചെറുപ്പമാണ്, ഒരു വലിയ ബാരിസ്റ്റർ, പേരും പെരുമയുള്ള മനുഷ്യൻ. അയാളെ കൊണ്ട് വീണ്ടും ഒരു വിവാഹം കഴിപ്പിക്കാൻ ആരും തയ്യാറാണ്. അങ്ങനെ സംഭവിച്ചാൽ ഈ കുഞ്ഞുങ്ങളോട് ആ സ്ത്രീ എങ്ങനെയാണ് പെരുമാറുക? നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അച്ഛാ? എനിക്കൊന്നും തോന്നുന്നില്ല. എനിക്കും ഒന്നും നിശ്ചയമില്ല മോളെ. എനിക്കാണെങ്കിൽ വയസ്സായി. കമലത്തിന്റെ അവിചാരിതമായ മരണം എന്നെ വല്ലാതെ കൊണ്ട് ഒളിച്ചു കളഞ്ഞു മോളെ. എനിക്ക് മനസ്സിലൊന്ന് തോന്നുന്നു. അത് പറയണമോ വേണ്ട? എന്താണ് അച്ഛാ? മോളെ, ഞാൻ പറയുന്നത് നിനക്കിഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ നീ അങ്ങ് മറന്നു. എന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? മോളെ, കമലത്തിന്റെ കുട്ടികൾക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. നീയാണെങ്കിൽ ആ കുട്ടികളെ നിന്റെ സ്വന്തം കുട്ടികളെ പോലെയാണ് കരുതുന്നത്. അതുകൊണ്ട് നീ തന്നെ. അച്ഛൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അശോകനെ? അതേ മോളെ, അതേ മോളെ. സാധ്യമല്ല, സാധ്യമല്ല. മോളെ, മോളെ. മീന, ഞാൻ നിന്നെ നോക്കിയിരിക്കുമ്പോൾ എല്ലാം മറന്നുപോകും. എന്നെപ്പോലും, എന്റെ പെയിന്റിങ്സിനെ പോലും. മമ്മി, ഞങ്ങളെ വിട്ട് പോവല്ലേ? മോളെ, കമലത്തിന്റെ കുട്ടികൾക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. നീയാണെങ്കിൽ ആ കുട്ടികളെ നിന്റെ സ്വന്തം കുട്ടികളെ പോലെയാണ് കരുതുന്നത്. അതുകൊണ്ട് ഇല്ല മോനെ, ഇല്ല. ഈ കൈകൾ എനിക്ക് വലിച്ചെറിയാൻ വയ്യ. മീന, കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ദുഃഖിക്കല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യന്റെ സുഖവും ദുഃഖവുമെല്ലാം യാദൃച്ഛിക സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിൽക്കുന്നത്. അതെ, ആ യാദൃച്ഛിക സംഭവങ്ങളെ ചിലർ വിധി എന്ന് വിളിക്കുന്നു,
മറ്റൊരു വാക്ക് വിളിക്കാനില്ല. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചും നിയന്ത്രണത്തിലുമല്ല ജീവിതം. അശോകന്റെ വിഷമത്തെപ്പറ്റി ഞാൻ ഓർക്കാറുണ്ട്. ഈ ചുറ്റുപാടിൽ ഞാനായിരുന്നെങ്കിൽ... അശോകന്റെ നിലയിൽ തന്നെയാണ് ഇപ്പോൾ രാജനും. മീന, നീ എന്താണ് ഈ പറയുന്നത്? ഒട്ടേറെ വാഗ്ദാനങ്ങൾ കൊണ്ട് ഉറപ്പിച്ചെടുത്തതാണ് നമ്മുടെ സ്നേഹബന്ധം. ലോകത്തിൽ ഒരു ശക്തിക്കും ഇതിനെ തകർക്കുവാൻ സാധിക്കില്ലെന്ന് ഞാൻ കരുതിയിരുന്നു. രാജൻ പറഞ്ഞതുപോലെ നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മൾ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രണ്ട് സ്നേഹങ്ങളുടെ മധ്യത്തിലാണ് ഞാൻ. ഒന്ന് രാജനോട്, മറ്റൊന്ന് എന്റെ ചേച്ചിയുടെ കുട്ടികളോട്. ഇതിൽ ഒരു സ്നേഹത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറഞ്ഞ രാജനോടുള്ള സ്നേഹം തന്നെ ഞാൻ ബലിയർപ്പിക്കുകയാണ്. അശോകന്റെ കുഞ്ഞുങ്ങളുടെ ആവാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമുക്കിവിടെ മീന, മീന, എന്റെ ജീവിതം തകരും. നീ എന്നെ നശിപ്പിക്കരുത്. ആന്റി 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 സുമംഗലി, നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം? ഒരു ഗദ്ഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി, നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം? പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. പിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. നിറഞ്ഞ മാറിലെ ആദ്യ നക്ഷതം മറയ്ക്കുവാനേ കഴിയൂ. കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ. സുമംഗലി, നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം? കൊഴിഞ്ഞ പീലികൾ പെറുക്കിയെടുക്കും കൂടുകെട്ടും ഹൃദയം. കൊഴിഞ്ഞ പീലികൾ പെറുക്കിയെടുക്കും കൂടുകെട്ടും ഹൃദയം. ഈണപ്പൂവിനും വിരുന്നൊരുക്കും ഹൃദയം. എപ്പോഴും വിരുന്നൊരുക്കും ഹൃദയം. സുമംഗലി, നീ ഓർമ്മിക്കുമോ
സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം? വിവരങ്ങളൊക്കെ അറിഞ്ഞു. അങ്ങനെയൊക്കെ സംഭവിച്ചു. മീന, ഇത് രാമയ്യൻ. മലക്കറി സാധനങ്ങളെല്ലാം പാചകം ചെയ്യുന്ന ഞാനാണ്. മുട്ടയും മീനും ഒക്കെ ഈ നിൽക്കുന്ന സ്ത്രീ മേരി. ഇത് കമലമ്മയുടെ അനിയത്തി മീന, എന്റെ ഭാര്യ. മേരി, ഇവരെ മുകളിലേക്ക് വിളിച്ചിട്ടു. രാമയുടെ കാറിൽ നിന്ന് സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെപ്പിക്കും. നിങ്ങൾ രണ്ടും ഇനി ഉറങ്ങില്ലോ? മമ്മി ഒരു കഥ പറയാം. മമ്മി കഥ പറയാതെ ഞങ്ങൾ ഉറങ്ങൂല. എന്ത് കഥയാ മോളെ പറയണ്ടേ? മമ്മി നാട്ടിൽ വെച്ച് പാടി കേൾപ്പിച്ചല്ലേ? പ്ലീസ് മമ്മി. പച്ചമലയിൽ പവിഴമലയിൽ പട്ടുടുത്ത താഴ്വരയിൽ കണ്ടുമുട്ടി പണ്ടൊരിക്കൽ രണ്ട് കൃഷ്ണമൃഗങ്ങൾ. വർഷമയൂരം പീലി വിടർത്തും വൃക്ഷലതാഗൃഹങ്ങളിൽ. വർഷമയൂരം പീലി വിടർത്തും വൃക്ഷലതാഗൃഹങ്ങൾ. മെയ്യും മെയ്യും ഒരുമ്മി നടന്നു, മേഞ്ഞു മേഞ്ഞു നടന്നു കാട്ടിൽ, മേഞ്ഞു മേഞ്ഞു നടന്നു. പച്ചമലയിൽ പവിഴമലയിൽ പട്ടുടുത്ത താഴ്വരയിൽ കണ്ടുമുട്ടി പണ്ടൊരിക്കൽ രണ്ട് കൃഷ്ണമൃഗങ്ങൾ. അവരുടെ ആശകതിരണിഞ്ഞിടുവാൻ അനുവദിച്ചില്ല ദൈവം. അവരുടെ ആശകൾ കതിരണിഞ്ഞിടുവാൻ അനുവദിച്ചില്ല ദൈവം. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നാമം ചോദിക്കാൻ ഞാൻ അടുക്കളയിൽ വരാറുണ്ടോ? എനിക്കാണ് വൃത്തിയില്ലാത്തത്. പോക്കും എരുമയും വെള്ളത്തിൽ കിടക്കുന്ന ജന്തുക്കളല്ലേ, അതിന് വൃത്തിയുണ്ടോ? അതിനെ വെള്ളത്തിൽ കിടക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. കൊന്ന് തിന്നയല്ലേ ശുദ്ധവും വൃത്തിയില്ലാത്ത കൂട്ടര്. കണ്ടോ, ആ ആംലെറ്റ് തറയിലിട്ട് വൃത്തിയിടാക്കില്ല. തറയിൽ വീണാലെന്താ?
അത് തിന്നുന്നവർക്കും വൃത്തിയില്ല, അത് പാകം ചെയ്യുന്ന വൃത്തിയില്ല. സ്ത്രീകളാവുമ്പോ ഒരു 4 ദിവസമെങ്കിലും ഒരു മാസത്തിൽ അടുക്കളയിൽ കയറാതിരുന്നൂടെ? എന്താ ക്യാഷ് അല്ലയോ? വിവരമില്ലല്ലോ. പിന്നെ എങ്ങനെ പറഞ്ഞു? ഞാനേ അമ്പലത്തിൽ ചില ശാന്തി മുറയൊക്കെയുള്ള ആളാ. എന്നെ തൊട്ട് നീണ്ടി അശുദ്ധാക്കിയാൽ കണ്ണും ചെവിയും പൊട്ടിപ്പോവും. കണ്ണും ചെവിയും പൊട്ടിക്കൊട്ടു. എന്നാലെങ്കിലും തന്റെ രൂപം കാണാതെ ശബ്ദം കേൾക്കാതെ കഴിയാമല്ലോ. തൊടണ്ടാന്ന് വിചാരിച്ച് മുട്ടയെ തന്നെ തൊട്ടു. ഇങ്ങനെ ബഹളം കുട്ടിയാലോ വീണ്ടും വീഴും. മമ്മി ഞാനാണ് ആദ്യം തൊട്ടത്. മമ്മി ഞാനാണ് ആദ്യം തൊട്ടത്. രണ്ടുപേരും ആദ്യം തൊട്ടു. അതാ സ്കൂൾ ബസ് വന്നു. വേഗം പോകും. ഗുഡ് മോർണിംഗ്. വരണം, വേഗം കാപ്പി. ടൈമായി പോയി. എവിടെയാ സ്വാമി? വന്നില്ലല്ലോ. കുഞ്ഞുങ്ങൾ കഴിച്ചോ? കഴിച്ചു. സ്കൂളിൽ പോയി. വെരി ഗുഡ്. ചൂടുചൂടാവുള്ള ദോശയാണ്. ഓ ചൂടായി. ഇത് തണുപ്പിച്ചോണ്ടിരിക്കാൻ എനിക്ക് സമയമുണ്ടോ? സമയമില്ല. ദോശ ചൂടില്ലേ പിന്നെ എന്തിനു കൊള്ളാം സാർ? ഇതാ സാർ ഓംലെറ്റ്. ഇന്ന് കഴിച്ചോ? പിന്നെ കഴിച്ചോളാം. കാപ്പി എടുത്ത്. നോ മിൽക്ക് മാഡം. സോറി. പഞ്ചസാര ഒരു സ്പൂൺ. ഡാർലിംഗ് എല്ലാം മറന്നു. ഐ എം വെരി സോറി. സോറി. വളരെ തിടുക്കമുണ്ടോ? ഞാൻ വരാൻ താമസിച്ചേക്കും. താങ്ക് യു. സ്വാമി സ്വാമി ഈ പ്ലേറ്റ് എല്ലാം എടുത്തോണ്ട് പോണം. എന്താ മീന ഇത് പറയുന്നത്? എന്നെ കൊണ്ട് എച്ചിൽ പാത്രങ്ങൾ എടുപ്പിക്കാനോ? ഞാനൊരു മഹാബ്രാഹ്മണനല്ലേ? എന്നെ കൊണ്ട് എച്ചിൽ പാത്രങ്ങൾ എടുപ്പിച്ചാൽ അതിന്റെ മഹാഭാവം നിങ്ങൾക്കല്ലേ? സാറിന്റെ ആദ്യ ഭാര്യ എന്നെ കൊണ്ട് എച്ചിൽ പാത്രം എടുപ്പിച്ചിട്ടുണ്ടോ മീര? എന്റെ പേര് മീര എന്നൊന്നുമല്ല, മിസ് മേരി ഫെർണാണ്ടസ്. ഞാൻ മീര എന്നേ വിളിക്കൂ. മീര മീര മീര, അതാണ് ഐശ്വര്യമുള്ള പേര്. ഞാനൊരു ക്രിസ്ത്യാനി പെണ്ണാണ്. എന്നെ മീര എന്നൊന്നും വിളിക്കണ്ട. താൻ പെണ്ണുങ്ങളെ പോലെ മുടിമടത്തിക്കൊണ്ട് നടക്കയല്ലേ. തന്റെ ഐശ്വര്യമുള്ള പേര് തന്നെത്താനെ അങ്ങ് വിളിച്ചോണ്ടാ മതി കേട്ടോ. ഇങ്ങനെ ചിരിക്കുമ്പോ ദേഷ്യപ്പെടാനും തോന്നുന്നില്ല. ക്രിസ്ത്യാനി പെണ്ണല്ലായിരുന്നെങ്കിൽ എനിക്ക് സംബന്ധം കൂടി കളഞ്ഞാൽ എന്നത് ഇവിടെ ഉണ്ട്. സ്വാമി മര്യാദയോട് പറയല്ലോ കേട്ടോ. വെറുതെ വേലക്കാരിയായിട്ട് വന്ന് ചോദിച്ചു. വല്ല പട്ടാളത്തിലെങ്കിലും ചേരാനുള്ള പെണ്ണ്. Sarah, the Lees will entertain the case on which? Excuse me. Yes? Hello. Please come tomorrow. I see. Well, do one thing. You come to the house by about 8 o'clock. Yeah. Yes. That's right. Thank you very much. On which the owner will give the business for the party concerned. That's the section. Please type it out. കാപ്പി ആറിപ്പോവും. ഹലോ അശോക്. താങ്ക് യു. വല്ലപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ഹോളിഡേ വേണ്ടേ? എന്തൊക്കെയാണ് മീന? തോന്നല്ലേ ഞായറാഴ്ച പോലും നിങ്ങൾക്ക് ജോലി തിരക്കാണോ? ജോലി ജോലി ജോലി. എപ്പോ അശോകിനെ കണ്ടാലും ജോലി തിരക്ക്. ഞാനാണ് അശോകിന്റെ ഭാര്യയായിരുന്നെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമായിരുന്നു. നീനിതെങ്ങനെ സഹിക്കുന്നു? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. സുകുമാരി, നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ പറയൂ. നിങ്ങൾ തമ്മിൽ ഇപ്പൊ വഴക്കൊന്നുമില്ലല്ലോ? അത് ഒരിക്കലും അവസാനിക്കില്ല. വൈ? സുരേഷിന് എന്റെ പെരുമാറ്റങ്ങളൊന്നും ഇഷ്ടമല്ല. ശരിയാണോ സുരേഷ്? തീർച്ചയായും ഇഷ്ടമല്ല. സുകുമാരി, സുരേഷിന് ഇഷ്ടമില്ലാത്ത തരത്തിൽ പെരുമാറരുത്. എന്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. നോക്കൂ അവൾ പറയും. നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റും ഇഷ്ടമല്ല.
പിക്നിക്ക് പാർട്ടി ഇങ്ങനെ മാന്യമായതൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്നെ എന്ത് വിവാഹം കഴിച്ചു? ഞാനത് ദുഃഖിക്കുന്നു. ഞാനും ഇനി സുരേഷിനോട് ഞാൻ ഒരിടത്ത് വരികയില്ല. സുകുമാരി, സുകുമാരി, ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കി ജീവിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. വിവാഹത്തിന് മുൻപ് അവർ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. Here's a letter for you, darling. അച്ഛന്റെ എഴുത്താണ്. നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. നമ്മുടെ വിവാഹം ആർഭാടമൊന്നുമില്ലാതെ നടന്നുകൊണ്ട് ആദ്യത്തെ വാർഷികം അവിടെ വെച്ച് നടത്തണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. കൂടാതെ അച്ഛന്റെ 60ാമത്തെ പിറന്നാളും അന്നാണ്. I see. മീനയും കുട്ടികൾ ഇന്ന് തന്നെ പുറപ്പെട്ടുള്ളൂ. 26-ാം തീയതി അല്ലേ? അതെ. അന്ന് തന്നെ ഞാൻ അവിടെ വന്ന് ചേർന്നോളാം. വേണ്ട, നമുക്ക് ഒരുമിച്ച് പോയാൽ മതി. എനിക്ക് അധിക ദിവസം നിൽക്കാൻ പറ്റില്ല ഡാർലിംഗ്. ധാരാളം ജോലി തിരക്കുണ്ട്. ഡു വൺ തിങ്, വേലക്കാരെ കൂടെ കൊണ്ടുപോയിക്കോളൂ. എന്നാൽ 26-ാം തീയതി നമ്മൾ ഒരുമിച്ച് വരുമെന്ന് അച്ഛൻ എഴുതാം. ഇവിടെ വലിയ ചൂടല്ലേ ഡാർലിംഗ്? കുട്ടികളുടെ സ്കൂളും അടച്ചല്ലോ. കുട്ടികളെയും കൂട്ടി പൊയ്ക്കോളൂ. ഞാൻ 26-ാം തീയതി തീർച്ചയായും അവിടെ എത്തിക്കൊള്ളാം. അടുത്ത ദിവസം തന്നെ നമുക്ക് ഒരുമിച്ച് ഇനി പോരുകയും ചെയ്യാം. ജോലി തിരക്കുകൊണ്ട് അച്ഛൻ അദ്ദേഹം വരാത്തത്. ജോലി വേണ്ട, ബോട്ട് കയറിയാൽ മതി. വേണ്ട, പാർക്ക് പോയാൽ മതി. നീ ഉണ്ടാകില്ല. എപ്പോഴും വഴക്ക് തന്നെ, തലമുടിയൊക്കെ ചീത്തയാക്കി. മോളെ, മോളെ, മീന, എന്താ നിനക്ക് ടെലിഗ്രാം. മക്കളെ, എന്താ മോളെ, ആരുടെ കമ്പി? അദ്ദേഹത്തിൻ്റെതാണ്. എന്ത്? ഇന്ന് വരാൻ പറ്റില്ലെന്ന്. വരുന്നില്ലെന്നോ? എന്തോ പ്രധാനപ്പെട്ട ജോലിയുണ്ടത്രേ. ജോലി ജോലി അയാളെന്റെ മാന്യതയെ കുറിച്ച് ഒട്ടും വിചാരിച്ചില്ലല്ലോ. ഞാൻ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു മോളെ. എന്നെ കുറിച്ച് അവർക്ക് എന്ത് ധരിക്കും? എത്ര ഗംഭീര പാർട്ടിയാണ് ഇന്ന് ഞാൻ ഒരുക്കി വെച്ചത്. ഏറ്റവും വലിയ പാട്ടുകാരനെയാണ് ഇന്ന് പറയാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അയാൾക്ക് ജോലി തിരക്കാണ് പോയി. അരയന്നമേ അരയന്നമേ ഇണയരയന്നമേ തിരിച്ചു വരുമോ ചെന്താമരകൾ തപസിരിക്കും പൊയ്കയിൽ നീ. അരയന്നമേ ഇണയരയന്നമേ തിരിച്ചു വരുമോ ചെന്താമരകൾ തപസിരിക്കും പൊയ്കയിൽ നീ. അരയന്നമേ തീരത്തൊരു യുവഗായകൻ താമസിച്ചിരുന്നൊരു കാലം. തടാകതീരത്തൊരു യുവഗായകൻ താമസിച്ചിരുന്നൊരു കാലം. കിളിനിൻ ഹൃദയം കവർന്നിരുന്നില്ലേ ജലതരംഗ സംഗീതം. കിളിനിൻ ഹൃദയം കവർന്നിരുന്നില്ലേ ജലതരംഗ സംഗീതം. പറന്നേ പോയി നീ, അകന്നേ പോയി
മറ്റാരുടെയോ വളർത്തു കിളിയായി. അരയന്നമേ ഇണയരയന്നമേ തിരിച്ചു വരുമോ ചെന്താമരകൾ തപസിരിക്കും പൊയ്കയിൽ നീ. അരയന്നമേ തിരുമിഴികളുമായി തേടുന്നു ദിവസവും പൂക്കൾ. തുഷാരബാഷ്പ തിരുമിഴികളുമായി തേടുന്നു ദിവസവും പൂക്കൾ. പ്രപഞ്ചം മുഴുവൻ നിറയുകയല്ലേ വിരഹമൂക സംഗീതം. പ്രപഞ്ചം മുഴുവൻ നിറയുകയല്ലേ വിരഹമൂക സംഗീതം. പറന്നേ പോയി നീ അകന്നേ പോയി മറ്റാരുടെയോ വളർത്തു കിളിയായി. അരയന്നമേ ഇണയരയന്നമേ തിരിച്ചു വരുമോ ചെന്താമരകൾ തപസിരിക്കും പൊയ്കയിൽ നീ. അരയന്നമേ രാജനെ പരിചയപ്പെടും. ഒരു അനുഗ്രഹീത കലാകാരനാണ്. നല്ലവണ്ണം പെയിന്റിംഗ് ചെയ്യും. ധാരാളം സ്വത്തുള്ള കുടുംബത്തിൽ ജനിച്ചു. പക്ഷെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞ അദ്ദേഹം വിളിക്കുന്നു. വരും. അതെ, ഞാൻ അവിവാഹിതനാണ്. ഇനി ഞാൻ വിവാഹം കഴിക്കില്ല. കാരണം ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചിരുന്നു. അവൾ എന്നെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയി. ഞാനിങ്ങനെ തകർന്ന ഹൃദയവുമായി കഴിയും. മരം വരെ ഇങ്ങനെ തന്നെ കഴിയും. മീന, ദൈവനിശ്ചയം ലംഘിക്കാൻ കഴിയും. എന്റെ നിസ്സഹായത മനസ്സിലാക്കാൻ. മീനയുടെ നിസ്സഹായത മനസ്സിലാക്കുന്നതുകൊണ്ട് എന്റെ ഹൃദയത്തിന്റെ മുറിവ് ഒരിക്കലും ഉണങ്ങുകയില്ല. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചില്ല. ഈ നിലയിൽ നിങ്ങൾ സംസാരിക്കും എന്നെക്കൊണ്ട് കഴിയില്ല. ഞാൻ നിയന്ത്രണം വിട്ടുപോകുന്നു. മീന, നാളെ 4 മണിക്ക് എന്നെ ഒന്ന് വന്ന് കാണാൻ പറ്റുമോ? ഇല്ല, ഞാൻ വരില്ല. ഇഷ്ടമുണ്ടെങ്കിൽ വരും. ഞാൻ കാത്തിരിക്കും. 4 മണി. എന്താണ് ഈയിടെയായി പ്രകൃതി ദൃശ്യങ്ങൾ മാത്രം പെയിന്റ് ചെയ്യുന്നത്? എല്ലാം മലകളും അരുവികളും അടങ്ങിയതാണല്ലോ. മനുഷ്യ ജീവിതത്തെക്കാളും വലുതാണോ ഇതെല്ലാം? പ്രകൃതി മനുഷ്യനെ പോലെ ഹൃദയവേദന ഉണ്ടാക്കുന്നില്ല. കഴിഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചതുകൊണ്ട് ഒരു ഫലവുമില്ല. രാജന്റെ ഹൃദയവികാരം എനിക്കറിയാം. അത് മാറുവാൻ വേണ്ടി കഴിയുന്നതും വേഗം ഒരു വിവാഹം കഴിക്കും. വിവാഹമോ? അതൊരിക്കലും ഉണ്ടാവില്ല.
എന്റെ ഹൃദയവേദന മാറ്റാൻ കഴിയുന്നതാണെന്ന് മീന വിചാരിക്കുന്നുണ്ടോ? ഞാൻ മരിക്കണം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുമെന്ന്. ഈ നിമിഷങ്ങളിൽ ഞാൻ കുറെയൊക്കെ ആനന്ദിക്കാൻ ശ്രമിക്കുകയാണ്. മീന, നിന്റെ ചിത്രം പൂർത്തിയാക്കാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. എന്റെ നിത്യമായ ഓർമ്മയ്ക്ക് വേണ്ടി ആ ചിത്രം ഞാൻ പൂർത്തിയാക്കാൻ പോവുകയാണ്. വരൂ. ഇരിക്കൂ. മീന, ഇരുളടഞ്ഞ എന്റെ ജീവിതത്തിലേക്ക് ഇപ്പൊ വെളിച്ചം കടന്നു വന്നു. എന്റെ ഹൃദയം കൂടുതൽ ഇരുളുകയാണ്. വരൂ, നമുക്ക് അല്പനേരം ഈ പാർക്കിലൊന്ന് നടക്കാം. കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ എനിക്കൊരു പുതിയ ജീവിതം നൽകും. വരൂ. അതാ അച്ഛന്റെ കൂട്ടുകാർ. രാജൻ, ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു? ഒറ്റയ്ക്കല്ല, രണ്ടുപേരുണ്ട്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഒന്ന് ഞാൻ, മറ്റൊന്ന് നിങ്ങൾ. എന്നാ നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ പോവുകയാണ്. അയാൾ നമ്മൾ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടാൽ വീട്ടിലറിയും. അത് കൂടുതൽ വിഷമങ്ങൾക്കിടയാകും. അപ്പോ നാളെ എപ്പോ കാണാം? നാളെ വൈകുന്നേരം ഇതേ സമയം 4 മണിക്ക്. ഞാൻ കാത്തിരിക്കും. ബൈ ബൈ. എപ്പോ വന്നു? ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നെ കണ്ടു. എന്നെ കണ്ടോ? കുറെ നേരമായി ഇവിടെ നിൽക്കുകയായിരുന്നു. ഇല്ല, ഇപ്പൊ ഒന്നേ ഉള്ളൂ. വീട്ടിൽ വന്നു, നോക്കി നിന്നെ കണ്ടില്ല, ഇങ്ങോട്ട് വന്നു. എന്നെ കണ്ടത് സന്തോഷമില്ലേ? എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഇവിടെ വന്ന് നിന്നെ കാണുന്നത് നിനക്ക് വിഷമമായിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ തെളിവ് തരാം. തെളിവോ? ആ, എന്തിന്? നീ ഈ വിഷമം കാണിക്കുന്നത് നിന്റെ അച്ഛന്റെ ഷഷ്ടിപൂർത്തിക്ക് ഞാൻ വരാതിരുന്നുകൊണ്ടല്ലേ? വരാൻ ഞാൻ ടിക്കറ്റ് വരെ വാങ്ങിയതായിരുന്നു. ഇത് നിന്റെ ജ്യേഷ്ഠത്തി, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉപയോഗിച്ചിരുന്നതാണ്. എന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് ഈ മോതിരം. ഇത് നിന്റെ വിരലിൽ നിന്ന് ഊരാൻ പാടില്ല. ഇതെപ്പോഴെങ്കിലും നിന്റെ കയ്യിൽ ഇല്ലെന്ന് വന്നാൽ ഞാൻ കരുതും ഞാൻ നിന്റെ ഹൃദയത്തിലില്ലെന്ന്. അങ്ങനെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ശരി. ദേവലോകരഥവുമായി തെന്നലേ 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 തേടി വന്നതാരെ നീ തെന്നലേ തെന്നലേ തെന്നലേ
ദേവലോകരഥവുമായി തെന്നലേ 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 തേടി വന്നതാരണി തെന്നലേ 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 നാലുമണിപ്പൂവിരിഞ്ഞ നീലവനം പൊന്നണിഞ്ഞ നാലുമണിപ്പൂവിരിഞ്ഞ നീലവനം പൊന്നണിഞ്ഞ മാനോടും മലയരികിൽ ഞാനലയും താഴ്വരയിൽ നാണവുമായി ഓടിവരും പ്രേമവതിക്കോ പൂമണവും കുളിരും നീ കൊണ്ടുവന്നു നാണവുമായി ഓടിവരും പ്രേമവതിക്കോ പൂമണവും കുളിരും നീ കൊണ്ടുവന്നു ദേവലോകരഥവുമായി തെന്നലേ 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 തേടി വന്നതാരണി തെന്നലേ 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 അന്തിവയിൽ പൂകൊഴിഞ്ഞ അല്ലികളിൽ മഞ്ഞു വീണ അന്തിവയിൽ പൂകൊഴിഞ്ഞ അല്ലികളിൽ മഞ്ഞു വീണ ഞാൻ പാടും പുഴയരികിൽ ഞാനിരിക്കും പുൽപ്പടവിൽ പൂമടിയിൽ വീണുറങ്ങും പ്രാസഖിക്കോ പൂമധുവും പനിനീരും കൊണ്ടുവന്നു പൂമടിയിൽ വീണുറങ്ങും പ്രാണസഖിക്കോ പൂമധുവും പനിനീരും കൊണ്ടുവന്നു ദേവലോകരഥവുമായി തെന്നലേ 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 തേടി വന്നതാരണി തെന്നലേ 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 ഓഹോ എന്താ ആലോചിക്കുന്നത്? എപ്പോ വന്നു? എങ്ങനെ ഇവിടെ വന്നു? നീ ആ പാട്ട് കേട്ടില്ലേ? എത്ര ആകർഷണീയമായ പാട്ട്! ആ പാട്ടിലൂടെ ആരെയോ വിളിക്കുന്നത് പോലെ തോന്നി. എന്തൊരു വികാര തീവ്രത! മനോഹരം മനോഹരം അല്ലേ നീന? നമുക്ക് വീട്ടിലേക്ക് പോവാം, സമയമായി. സമയമായി. ഒരു ഹലോ രാജേന്ദ്രൻ, ഇവിടെ എന്ത് ചെയ്യുന്നു? അല്ല, പെയിന്റ് ചെയ്യാണല്ലേ? രാജേന്ദ്രൻ ഒന്ന് പരിചയപ്പെടും. മിസ്റ്റർ അശോക് എന്റെ മരുമകനാണ്, മീനയുടെ ഭർത്താവ്. ഈസ് എ ബാരിസ്റ്റർ. ഞാനിതിനു മുമ്പ് ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. എന്റെ പേര് രാജേന്ദ്രൻ. ഞാനിങ്ങനെ ജീവിതം പാഴാക്കി കളയുന്ന ഒരു മനുഷ്യൻ. വണ്ടർഫുൾ പെയിന്റർ. ഞാനും പെയിന്റിങ്സ് വളരെ താല്പര്യമുള്ളവനാണ്. എനിക്ക് നിങ്ങളുടെ ഒന്ന് രണ്ട് ചിത്രങ്ങൾ കാണാൻ സൗകര്യപ്പെടുമോ? വയനാട് തീർച്ചയായും. അല്ല, ഞാൻ മിസ്റ്റർ രാജേന്ദ്രന്റെ ആർട്ട് ഗാലറി ഒന്ന് കണ്ടേച്ചു തരാം. കണ്ടിട്ടുണ്ട്. ഞാൻ മറ്റേ ഹെൽപ്പ് യു. താങ്ക് യു. ഫ്രാൻസിലായിരുന്നെങ്കിൽ നിങ്ങളൊരു വലിയ ആർട്ടിസ്റ്റ് ആകുമായിരുന്നു.
എന്നെ ആരും അറിയുന്നില്ല. എല്ലാവരും നിങ്ങൾ അറിയുന്ന ഒരു സമയം വരാൻ പോകുന്നേ ഉള്ളൂ. വെരി സൂൺ. നിങ്ങളെപ്പോലെ ഉന്നതനായ ഒരു കലാകാരൻ അറിയപ്പെടാതിരിക്കാൻ സാധ്യമല്ല. ബ്യൂട്ടിഫുൾ ലൈൻ കോമ്പിനേഷൻ, കോമ്പോസിഷൻ, ബാലൻസ്, എവറിഥിങ് ഇസ് ഗുഡ്. അല്ല, ഒരു പെയിന്റർ കൂടിയാണെന്ന് തോന്നുന്നല്ലോ. നല്ല ആഹാരം രുചിച്ചറിയാൻ പാചകക്കാരനാകണമെന്നില്ല. ഐ ആം ഓൺലി എ ലായർ, വെറും വക്കീൽ. ലായറും ആർട്ടിസ്റ്റും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. മാർവലസ്, വണ്ടർഫുൾ. ഇതിൽ നിങ്ങൾ പ്രകൃതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു. ജീവിതത്തെ കൂടെ നിങ്ങൾ എന്തുകൊണ്ട് ചിത്രീകരിക്കുന്നില്ല? ഇതേ ചോദ്യം തന്നെ മറ്റൊരാൾ കൂടി എന്നോട് ചോദിച്ചു. ആര്? അയാളൊരു ആർട്ടിസ്റ്റാണോ? ഒരാൾ. എന്നിട്ടെന്ന് മറുപടി പറഞ്ഞു? ഞാൻ പറഞ്ഞു, പ്രകൃതി ആരെയും ചതിക്കില്ല, മനുഷ്യൻ അത് ചെയ്യുന്നുവെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായി കാണും. ഞാൻ വിചാരിക്കുന്നത് ഭൂരിപക്ഷം മനുഷ്യരും നല്ലവരെന്നാണ്. നിങ്ങൾ ഭാഗ്യവാനാണ്. ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യഭാവങ്ങളെ ചിത്രീകരിക്കുന്നതിൽ you have kept the gallery unusually tight. Really good. Marvelous. ഹലോ. Come on. എന്താണിത്? നിനക്ക് വേണ്ടി ഒരാൾ സമ്മാനം തന്നയച്ചു. സമ്മാനമോ? ആ, ആര്? നോക്കൂ, അപ്പൊ നിനക്ക് തന്നെ മനസ്സിലാവും. എന്താ ഇത് കണ്ടപ്പോൾ അതിശയം തോന്നുന്നു? എനിക്കും അത്ഭുതം തോന്നി. ഞാൻ ഈ ചിത്രത്തിലുള്ളതുപോലെ സൗന്ദര്യം നിന്നിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്താ പിന്നെ ചിന്തിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ഈ പെയിന്റിംഗ് നോക്കുന്നു. പെയിന്റിംഗ് അല്ല, പെയിന്ററെയാണ് കാണേണ്ടത്. തീർച്ചയായും ഇത് അയാളുടെ ഒരു വലിയ വിജയമാണ്. ഒരു കലാകാരന്റെ കണ്ണുകൾക്ക് ഈ സൗന്ദര്യം കണ്ടെത്താൻ കഴിയും. നോക്കു മീന, ഇതല്ലാതെ മറ്റൊരു രൂപ അയാൾ വരച്ചിട്ടില്ല. എനിക്കറിയില്ല. അയാളൊരു അസാധാരണ മനുഷ്യനാണ്. അയാൾ പറയുകയാണ് മനുഷ്യർ ചതിക്കുമെന്ന്. പാവം, അയാളെ ആരോ ചതിച്ചിട്ടുണ്ടാവും. ഏതായാലും ഞാൻ അയാൾ ഉണ്ണാൻ ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷണിച്ചിട്ടുണ്ടോ? ആ, നല്ലൊരു മനുഷ്യൻ. എനിക്ക് അയാൾ വളരെ ഇഷ്ടപ്പെട്ടു. വിഭവസമൃദ്ധമായ ഒരു സദ്യ അയാൾക്ക് കൊടുക്കണം. വാട്ട് യു സേ? ഐ എം സോറി, എന്താ പേര് പറഞ്ഞ? രാജേന്ദ്രൻ. ആ, നോക്കൂ രാജേന്ദ്രൻ, നിങ്ങളെപ്പോലുള്ള ഒരു ഉന്നത കലാകാരൻ ഇതുപോലുള്ള സ്ഥലത്ത് ജീവിച്ചാൽ പോരാ. ബോംബെയിലോ കൽക്കട്ടയിലോ മദ്രാസിലോ മറ്റോ ആയിരുന്നാൽ നിങ്ങൾക്ക് കൂടുതൽ പേരും പ്രശസ്തിയും കിട്ടും. എനിക്കറിയാം നിങ്ങൾ അങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മനുഷ്യരിൽ നന്മ കാണുന്നില്ലല്ലോ. അവർ വഞ്ചിക്കുന്നവരാണെന്നാണ് നിങ്ങളുടെ അനുഭവം. മിസ്റ്റർ രാജേന്ദ്രൻ, നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന എന്തോ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിന് സുഖമില്ല. ഒരു ആത്മസുഹൃത്തിന് മാത്രമേ നിങ്ങൾക്ക് മനസ്സുഖം തരാൻ കഴിയൂ. അല്ലേ വിന? എന്താണിത്? ഞാനൊരാൾ മാത്രം സംസാരിക്കും, നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കും. നിങ്ങൾക്ക് പരിചയമില്ലേ? അതോ പരസ്പരം മറന്നുപോയി? ശരി, ഞാൻ പരിചയപ്പെടുത്താം. ഇത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ മീന. ഇതെന്റെ സ്നേഹിതൻ രാജേന്ദ്രൻ. ഇദ്ദേഹം എന്റെ സ്നേഹിതൻ മാത്രമാണെങ്കിലും നിന്റെ അതിഥി കൂടെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കേണ്ടത് നിന്റെ കടമയാണ്. ഐ എം സോറി, ഞാൻ സിഗരറ്റ് എടുത്തുകൊണ്ട് വരാം. അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. മീന, ദയവ് ചെയ്ത് എന്റെ ജീവിതം നശിപ്പിക്കരുത്. എന്റെ കുട്ടികൾ നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയോ? എന്താ ഡാർലിംഗ് എന്റെ സ്നേഹിതന് വേണ്ടത്? ഓ, താങ്ക്സ്. ഒന്നും വേണ്ട. രാജേന്ദ്രൻ നല്ലവണ്ണം പാടും. ഒരു പാട്ട് പാടാം. എനിക്ക് നല്ല സുഖമില്ല. നിങ്ങൾ പാടിയില്ലെങ്കിൽ ഞാൻ പാടും. അത് കൂടുതൽ ക്രൂരമായിരിക്കും. അയ്യോ വേണ്ട, ഞാൻ തന്നെ പാട്ട്. വെരി ഗുഡ്, കമാ. മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളെ, മന്ദസ്മിതമാമണിവിളക്കുഴിയും മന്ത്രവാദിനികൾ, നിങ്ങൾ മഞ്ജുഭാഷിണികൾ. മായാജാലകവാതിൽ തുറക്കും
മധുര സ്മരണകളെ മന്ദസ്മിതമാമണിവിളക്കുഴിയും മന്ത്രവാദിനികൾ നിങ്ങൾ മഞ്ജുഭാഷിണികൾ പുഷ്യരാഗ നഖമുനയാൽ നിങ്ങൾ പുഷ്പങ്ങൾ നുള്ളി ജപിച്ചെറിയുമ്പോൾ പുഷ്യരാഗ നഖമുനയാൽ നിങ്ങൾ പുഷ്പങ്ങൾ നുള്ളി ജപിച്ചെറിയുമ്പോൾ പോയ വസന്തവും വസന്തം നൽകിയ സ്വപ്നസഖിയുമെന്നിൽ ഉണർന്നുവല്ലോ ഉണർന്നുവല്ലോ മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളെ മന്ദസ്മിതമാമണിവിളക്കുഴിയും മന്ത്രവാദിനികൾ നിങ്ങൾ മഞ്ജുഭാഷിണികൾ തപ്തബാഷ്പജലകണങ്ങൾ നിങ്ങൾ രത്നങ്ങളാക്കിയെനിക്കേകുമ്പോൾ തപ്തബാഷ്പജലകണങ്ങൾ നിങ്ങൾ രത്നങ്ങളാക്കിയെനിക്കേകുമ്പോൾ മണ്ണോടു മണ്ണടിഞ്ഞ പ്രണയപ്രതീക്ഷകൾ സ്വർണമുളകൾ വീണ്ടും അണിഞ്ഞുവല്ലോ അണിഞ്ഞുവല്ലോ മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളെ മന്ദസ്മിതമാമണിവിളക്കുഴിയും മന്ത്രവാദിനികൾ നിങ്ങൾ മഞ്ജുഭാഷിണികൾ വെരി ഗുഡ് വെരി ഗുഡ്. എന്തൊരു വികാരമുള്ള ശബ്ദം. മീന, ഞാൻ പറഞ്ഞില്ലേ, നീ ഈ ശബ്ദത്തിന്റെ വികാരഭാവങ്ങളിൽ മുങ്ങിപ്പോയില്ലേ? ഇരിക്കൂ മിസ്റ്റർ രാജേന്ദ്രൻ. രാജേന്ദ്രൻ ഒരു ആർട്ടിസ്റ്റ് മാത്രമാണെന്നല്ലേ പറഞ്ഞത്? അല്ല, ഒന്നന്തരമായി പാടുക. അല്ല, അശോക് നാളെ തന്നെ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. എനിക്ക് പോണം, ധാരാളം ജോലി തിരക്കുണ്ട്. മീന വേണമെങ്കിൽ കുറെ ദിവസം ഇവിടെ സന്തോഷമായി കഴിഞ്ഞിട്ട് വന്നാൽ. ഞാനും വരുന്നു. ഇല്ല, കുറെ ദിവസം കഴിഞ്ഞിട്ട് വന്നാലും മതി. ഇല്ല, നാളെ തന്നെ ഞാനും കൂടെ വരും. ആ, എന്നാൽ ഇഷ്ടം പോലെ. നാളെ തന്നെ പോകുന്നുണ്ടോ? ഞാൻ നാളെ പോകുന്നു എന്നത് തീർച്ച. ഞാൻ കൂടെ നാളെ വരുന്നു എന്നതും തീർച്ച. മീനെ, എന്നോടൻ കത്തയക്കണം. ഇത്തരം വൃത്തികെട്ട ക്ലബ്ബുകളിൽ പോകയില്ലെന്ന് നീ എന്നോട് സമ്മതിച്ചാണ്. എന്നിട്ട് ഇന്ന് വീട്ടിൽ പോയിരിക്കുന്നു. നിങ്ങൾ ഒരു പഴഞ്ചനാണ്. എന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. ഞാൻ നിന്റെ ഭർത്താവാണ്.
നിനക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തന്നതാണ് എന്റെ തെറ്റ്. ഇനിമേൽ എന്റെ അനുവാദം കൂടാതെ നീ ഈ വീടിന് പുറത്തിറങ്ങിക്കൂടാ. എന്നാ അമ്മൂച്ചൊന്ന് കാണണോ? ഞാൻ പോകും, ഇപ്പൊ തന്നെ പോകും. നീ പോകും കൂടി. ഹലോ, ഗുഡ് ഈവനിങ്. സുമാരിഞ്ഞിട്ട് വന്നില്ലേ? ഇല്ല. നിങ്ങൾ തമ്മിൽ വീണ്ടും മഴ തുടങ്ങിയോ? അവൾ എന്നെ വല്ലാതെ അലട്ടുന്നു. അവൾ എന്നെ അനുസരിക്കുന്നതേ ഇല്ല. ഇപ്പൊ എന്തുണ്ടായി? ആ നൈറ്റ് ക്ലബിൽ പോരെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നും അവൾ അത് തന്നെ ചെയ്തു. അവളെ വിവാഹം കഴിച്ച നാൾ മുതൽ എനിക്ക് ഭാഗ്യദോഷമാണ്. എന്റെ വീട് ഒരു ഹോട്ടലാക്കി മാറ്റി. മിസ്റ്റർ അശോക്, ഇതൊരു ജീവിതമാണ്. ഞാൻ ഹോട്ടലിൽ നിന്ന് വരുത്തിയാണ് ആഹാരം പോലും കഴിക്കുന്നത്. മിസ്റ്റർ അശോക്, ഇനി എന്താണ് ഒരു മാർഗം? മാർഗം ഉണ്ടാക്കാം. ഞാൻ സുകുമാരിയെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. സമാധാനമായിട്ട് പോകും. ശരി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അതെ, അവിവേകൊന്നും പ്രവർത്തിച്ചത്. സുകുമാരി അവളുടെ ഭർത്താവിനെ അനുസരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. എല്ലാ സ്ത്രീകളും നല്ലവരല്ല. സ്വാമി, 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 ഇങ്ങോട്ടൊന്ന് വരണം സ്വാമി. നല്ല വേഷം. കുടുമിയുടെ പ്രേമം വന്ന മനുഷ്യൻ എന്തെല്ലാം ചെയ്യില്ല. മീര പറഞ്ഞ അനുസരിച്ച് ഞാൻ കുടുമി വെട്ടില്ല എന്നുള്ള നിലയ്ക്കാക്കി. കൊള്ളാം. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തു. എന്തോന്ന്? ചിരിക്കരുത്. അയ്യോ, മീശ. ഒരു മീശയും കൂടെ വെച്ച് ഇനി നമുക്ക് കൂടിക്കളെ. കൂടിക്കളെ കൂടാമോ? നമുക്ക് സമ്മതം കൂടിക്കളെ. അയ്യോ, പള്ളിയിൽ ചെന്ന് മനസമ്മതം പറഞ്ഞ് കെട്ടും കഴിയാതെ ഞാൻ കൂടാനൊന്നും വരില്ല. എന്നെ കൊണ്ട് ഇനിയും കൂടുതൽ മഹാഭാവം ഒന്നും ചെയ്യിക്കാതെ മീര. ഇനിയെങ്കിലും മേരിന്നൊന്ന് വിളിച്ചു തുടങ്ങ്. മേരി. പിന്നെ എന്നൊന്ന് സഹായിക്കണേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ മീനൊന്ന്. അയ്യോ, എന്നെ കൊണ്ടുപോയി. പിന്നെ സംബന്ധം കഴിക്കും. അയ്യോ, എന്നെ കൊണ്ട് വയ്യ മേരി. ചത്ത മീനാണെന്ന്. എന്നെ കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യിച്ചു കളയുന്നത് കേട്ടോ. എന്നെ കല്യാണം കഴിക്കുന്നെങ്കിലേ ആണുങ്ങളെ പോലെ മീനും തിന്നണം, ഇറച്ചിയും തിന്നണം. ഞാൻ പിടിക്കാം. ഞാൻ മാലി പിടിക്കാം. തുണിയോ? പിടിച്ചോ. ഇങ്ങോട്ട് ഇറുക്കി പിടിച്ചോണം. മീന വേഗം വരൂ. എവിടെയാണ്? വേഗം ഒന്ന് വരൂ. എന്താ മീന, രാജേന്ദ്രനെ പെട്ടെന്ന് കണ്ടത് അതിശയിച്ചു പോയല്ലേ? ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റർ രാജേന്ദ്രൻ, ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചതല്ല നിങ്ങൾ ഉടനെ മദ്രാസിൽ വരുമെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സ്നേഹമാണ് നിങ്ങൾ ഉടനെ ഇവിടെ വരുത്തിയത്. സാറി, ഞാൻ പോണെന്നല്ലേ. മീന, നീ എന്നോട് ഇരിക്കാൻ കൂടി പറഞ്ഞില്ലല്ലോ. ഇരിക്കണം. എന്തിനിപ്പോൾ ഇവിടെ വന്നു? നിന്നെ ഒന്ന് കാണാൻ. നിന്നെ കാണാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. ദയവ് ചെയ്ത് എന്നെ പ്രയാസത്തിലാക്കാതിരിക്കൂ. എനിക്ക് സ്വൈരം തരൂ. ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് ഒരു നേട്ടവുമില്ല. പ്രേമം ബിസിനസ് അല്ല മീന. നേട്ടവും നഷ്ടവും വിചാരിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം എന്ന പോലെ മറന്നു കളയൂ. മറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുമായിരുന്നില്ല. മീന എന്നെ ഒന്ന് സഹായിക്കണം. ഇവിടെ ഒരു ആർട്ട് എക്സിബിഷനിൽ എന്റെ ചില പെയിന്റിങ്സ് പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് മീന ഒന്ന് വന്ന് കാണണം. ഞാൻ വരികയില്ല. ദയവ് ചെയ്ത് പറയരുത്. ഹൃദയം തകർന്നു പോകും. മീനയില്ലെങ്കിൽ എന്റെ പെയിന്റിങ്സ് പ്രദർശിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. രാജൻ, എന്റെ സ്ഥിതി എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? മനോരഥം. ഇതാണ് എന്റെ പാട്ടിന്റെ രീതി. നിങ്ങളെ പോലെ പാടാനൊന്നും എനിക്ക് കഴിയില്ല. മിസ്റ്റർ രാജേന്ദ്രൻ വന്ന കാര്യം മീനോട് പറഞ്ഞു. മീന, രാജേന്ദ്രന്റെ പ്രശസ്തമായ കുറെ പെയിന്റിങ്സിന്റെ എക്സിബിഷൻ നാളെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുക. നമുക്ക് പോണം. 4 മണിക്കാണ്. 4 മണിക്ക് എനിക്ക് വരാൻ പറ്റില്ല. മീന പോയിക്കോളൂ. എനിക്കും പറ്റൂല. 4 മണിക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയമാണ്.
സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു കേട്ടോ. ശരി, ഞാൻ നോക്കട്ടെ. ഏതായാലും ഞാനൊന്ന് പുറത്തോട്ട് പോകണം. ഞാനും വരുന്നുണ്ട്. Let's go together. അങ്ങ് വരികയില്ലെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ വന്നത്. മീന വരില്ലെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ വന്നത്. ഏതായാലും നന്നായി. ഇറ്റ്സ് ഓൾ റൈറ്റ്. കൺഗ്രാജുലേഷൻ മിസ്റ്റർ രാജേന്ദ്ര. താങ്ക് യു. ഏതായാലും നല്ല പെയിന്റിങ്സ് കാണാനുള്ള സന്ദർഭം ഉണ്ടായി അല്ലേ മീന? അതെ. പോകാമോ? 4 മണിക്ക് വരില്ലേ മീന? പറയൂ മീന. മീന പറയൂ മീന. എന്തെങ്കിലും ഒന്ന് പറയൂ മീന. എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നിവിടെ വരൂ മീന. ഉടനെ തിരികെ പോകാം. 4 മണിക്ക്. പുറത്തേക്ക് പോകാൻ തുടങ്ങായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കായിരുന്നു. ബെല്ലടിച്ച ഉടനെ ഞാൻ വാതിക്കൽ വന്നപ്പോഴേക്കും നിന്റെ ഹൃദയത്തിൽ ബെല്ലടിച്ചു. മീന, ഞാൻ അർജന്റായി ഒരു കേസ് ഫയൽ എടുക്കാൻ വന്നതാണ്. ഞാൻ വാതിക്കൽ എത്തിയപ്പോഴേക്കും നീ തയ്യാറായി നിൽക്കുന്നു. ഏതായാലും ഞാൻ ഇന്നിനി പോകുന്നില്ല. മീന, എനിക്ക് ധാരാളം ജോലി ഉള്ളത് കൊണ്ട് നിന്നോട് സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. എന്താ എന്ത് പറ്റി? വാച്ച് സ്ലോ ആണോ നോക്കേ. വാച്ച് ശരിയാണ്. ഞാൻ നേരത്തെ വന്നു എന്ന് മാത്രം. ഇന്നു മുതൽ ഏത് നേരത്തെ വരാൻ ആലോചിക്കുക. എന്തുകൊണ്ട്? എന്താ ഞാൻ നേരത്തെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതല്ല, പിന്നെ ധാരാളം ജോലി ഉള്ളത് കൊണ്ട് നേരത്തെ വരാൻ സാധിക്കുമോ എന്ന് വിചാരിക്കും. ഓ, അതിൽ കാര്യമില്ല മീന. വീടാണ് പ്രധാനം. കുറഞ്ഞ പക്ഷം ഭാര്യയെങ്കിലും പ്രധാനമായിരിക്കണ്ടേ? ഓ, യു അറ്റൻഡ്. മീന, റോങ് നമ്പർ. ഈയിടയ്ക്ക് നമുക്ക് ധാരാളം റാങ്ക് നമ്പർ കിട്ടുന്നുണ്ട്. ഡാഡി നേരത്തെ വന്നത് മോന് ഇഷ്ടമല്ലയോ? എനിക്കിഷ്ടമാണ്. മോക്കോ? എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. മമ്മിക്കോ? അതെ. എന്നാ നമുക്ക് കളിക്കാം. എന്തോന്ന് കളിക്കണം? കളി. ആരുടെ കണ്ണ് കെട്ടണം? മമ്മിയുടെ. മോനെ തുണിയില്ലല്ലോ. ഉണ്ടോ? ആ, ഏടെ നിങ്ങൾ ഒളിച്ചോളെ. ഒളിച്ചോ മോമ്പ ഒളിച്ചോ. ഏതാ വരുന്നു? ഇപ്പൊ പിടിക്കും നിങ്ങളെ. ബാബു, ഗീത, ബാബു, ഇവിടെ ഇപ്പൊ ഞാൻ പിടിക്കട്ടെ നിങ്ങളെ. ഗീത, ബാബു, ഗീത ഞാനിപ്പോ പിടിക്കോ. ബാബു, ബാബു, ഗീത, ബാബു, ബാബു. പിടിച്ചു കല്ലട പിടിച്ചു. രാജേന്ദ്രൻ, ഇങ്ങോട്ടും കാണാറില്ലല്ലോ. ഞാൻ കുറച്ച് ബന്ധപ്പാടിലായി. മക്കൾ പോയി കാപ്പിടി. നിങ്ങൾ ഒന്നിച്ച് പഠിച്ചവരൊക്കെ ഇല്ലേ? ഇരുന്ന് സംസാരിക്കും. ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിച്ചു തരാം. ശരിയാ. മീന എന്താ വരാതിരുന്നത്? ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം വന്നു. ഞാൻ ടെലിഫോൺ ചെയ്തപ്പോൾ ഡിസ്കണക്ട് ചെയ്തെന്തിന്? അദ്ദേഹം അടുത്തുണ്ടായിരുന്നു. എന്തെങ്കിലും കള്ളം പറഞ്ഞുകൂടായിരുന്നു? എങ്ങനെ സാധിക്കും? ഓ, നിങ്ങൾ വളരെ രഹസ്യമായി എന്തോ സംസാരിക്കുകയാണല്ലേ? ശരിയാവുന്നില്ല. ഞങ്ങളൊരു ഗൂഢാലോചന നടത്തുകയായിരുന്നു. ഗൂഢാലോചന? ഈ രാജൻ
ഞാനൊരു വലിയ ലായറാണ്. ഒരു കേസിന്റെ ഏത് കുരുങ്ങിയ നൂലും അഴിക്കാൻ വിദഗ്ധനാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഒരു കുഴഞ്ഞ കേസിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. എന്റെ സഹായം ആവശ്യമാണോ? നിങ്ങളുടെ രണ്ടുപേരുടെ സഹായം എനിക്ക് ആവശ്യമാണ്. സംഭവം, ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൽ നിന്ന് വേർപെട്ടു പോകാൻ ആഗ്രഹിക്കുന്നു. അവളുടെ ഭർത്താവ് ആരെ പറ്റിയാണ് പറയുന്നത്? നിങ്ങളറിയില്ല, പക്ഷേ മീനയ്ക്ക് മനസ്സിലാവും. എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ സുകുമാരിയെ പറ്റിയേ. ഓ, സുകുമാരിയും സുരേഷും. പിന്നെ ആരെ പറ്റിയെന്നാ വിചാരിച്ചത്? അവരെ പറ്റി തന്നെ. ആ, സുകുമാരിക്ക് വിവാഹമോചനം വേണം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് സുരേഷിന്റെ വീട് തകരാൻ പാടില്ല. അങ്ങനെയല്ലേ മീന? അതെ അതെ. സുകുമാരിക്ക് ആ വിവാഹത്തിൽ മനസ്സുഖമില്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കുന്ന എന്തിന്? അവർക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? വിവാഹിതയായ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് പരിമിതികളുണ്ട് മിസ്റ്റർ രാജേന്ദ്രൻ. കുടുംബത്തിന്റെ ഭദ്രതയാണ് സർവപ്രധാനം. അത് മറക്കുന്ന സ്ത്രീ ഒരിക്കലും നല്ലവളല്ല. ഏതായാലും മിസ്റ്റർ രാജേന്ദ്രൻ കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി. ഐ ഷാൽ ബി കമ്മിങ് ജസ്റ്റ് നൗ. രാജൻ, എന്റെ ഹൃദയത്തിന്റെ സ്ഥിതി നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. ഞാൻ ഇഞ്ചിഞ്ചായിട്ട് ദഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവേദി സ്ഥലം വിട്ടു പോകൂ. എനിക്ക് അല്പം മനസമാധാനം ഉണ്ടായിക്കൊള്ളട്ടെ. ഞാൻ ഈ സ്ഥലം വിട്ടുപോയാൽ മരിക്കുകയാണെന്നാണ് അർത്ഥം. വല്ലപ്പോഴും കൂടി മീനെ കണ്ടാൽ ഞാൻ ഇങ്ങനെയെങ്കിലും ജീവിക്കും. നമ്മൾ കൂടിക്കാണുന്നത് ശരിയല്ല. എന്റെ ഭർത്താവിനെ സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇനി അധികം നിൽക്കണ്ട. ഒന്ന് നിൽക്കൂ മീന. നാളെ ഞാൻ ഹോട്ടലിൽ കാത്തിരിക്കും. എനിക്കേറെ പറയാനുണ്ട്. എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും വരൂ മീന. ഞാൻ ഇപ്പൊ പോകുന്നു. ഞാൻ കാത്തിരിക്കും. ഞാൻ ഈ നാട് വിടാൻ പോവാണ് മീര. ഞാൻ നാട്ടിലെങ്ങാനും പോയി വല്ല അമ്പലത്തില് ശാന്തിയോ ശിവേലിയോ ഒക്കെ ആയിട്ട് കഴിഞ്ഞോളാം. എന്ത് പറ്റി സ്വാമി? സാറ് അമ്മയായിട്ട് വഴക്ക് പറഞ്ഞു? അവരാരും എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് പറയുകയുമില്ല. പിന്നെന്താ? ഇത്രയും കാലമായിട്ട് എനിക്കൊന്ന് സംബന്ധം കൂടാൻ സാധിച്ചോ? പ്രേമനൈരാശ്യം വന്നുപോയി. ചിരിയാണെന്ന് എനിക്കൊട്ട് പറയാനും തോന്നില്ല, പറയാതിരിക്കാനും വയ്യ. ഇത്രയുള്ളോ? മീര പറഞ്ഞിട്ട് ഞാൻ കുടുംബി മുറിച്ചില്ല എന്നാക്കി. പൂണൂല് എടുത്തില്ല എന്നാക്കി. മാംസം കഴിച്ചില്ല എന്നാക്കി. എന്നിട്ട് എനിക്ക് സംബന്ധം കൂടാൻ സാധിച്ചോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്വാമി, പള്ളിയിൽ ചെന്ന് അച്ഛന്റെ മുമ്പ് മനസ്സമ്മതവും വാങ്ങിച്ച് കെട്ടും നടത്താന്ന്. ശിവ, മതം മാറാനോ? അതിനെന്താ, പ്രേമം വന്നാ ഓരോരുത്തരും ആത്മഹത്യ ചെയ്യണം. സ്വാമിക്ക് മതം മാറിക്കൂടെ? ആളുകൾ അറിയില്ലേ മീര, എന്റെ രൂപമേ വേണം ഞാൻ മാറത്തില്ല. പക്ഷെ മതം മാറ്റം മാത്രം പറയരുത്. പിന്നെ കെട്ടണ്ട. പിന്നെ നമുക്ക് രഹസ്യ വേഴ്ച നടത്തി കളഞ്ഞത്. എടോ സ്വാമി, മര്യാദ പറഞ്ഞതുണ്ടല്ലോ. ആ മീര, ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചേക്കാം. അടുത്ത ക്ഷൗരത്തിന് ഞാൻ കുടുമിയും നീട്ടും, പൂണൂരിടും, മാംസവും കഴിക്കത്തില്ല. ആ മീന, ഇരിക്കൂ. ഇങ്ങോട്ടിരിക്കൂ. താങ്ക് യു. കഴിക്കൂ. ഓ, സമയമായി. ഞാനെന്നാൽ പോകുന്നു. ഇരിക്കൂ, പിന്നീട് പോകാം. ഇല്ല, കുട്ടികൾ സ്കൂളിൽ നിന്ന് വരും. മീന, സത്യം പറയൂ. നീ അശോകനെ സ്നേഹിക്കുന്നുണ്ടോ? അദ്ദേഹം എന്റെ ഭർത്താവാണ്. നീ എന്നെ പ്രേമിക്കുന്നുണ്ടോ? രാജനെ പ്രേമിക്കാൻ ഇനിയും എനിക്ക് അവകാശമില്ല. പകലും രാത്രിയും ഒരുപോലെ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിക്ക് തുല്യമാണ് എന്റെ ഹൃദയം. അതിൽ നിന്നും വരുന്ന പ്രകാശമാണ് എന്റെ സ്നേഹം. പകൽ വെളിച്ചം കടന്നു വരുമ്പോൾ
ആ പ്രകാശം മങ്ങിപ്പോകും. ഒരു ഭാഗത്തിന്റെ ഭർത്താവ്, മറ്റൊരു ഭാഗത്ത് രാജൻ. ഞാൻ എന്ത് ചെയ്യട്ടെ? മീന, അശോക് നിന്നെ സ്നേഹിക്കുന്നില്ല. കുട്ടികളെ വളർത്താനും വീട് സൂക്ഷിക്കാനുമുള്ള ഒരു ഉപകരണമായിട്ടാണ് നിന്നെ കാണുന്നത്. എന്തു തന്നെ ആയാലും ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. എന്നെ എന്റെ വേദനകളുമായി ഇവിടെ വിട്ടിട്ട് രാജൻ ദയവ് ചെയ്ത് നാട്ടിലേക്ക് പോകും. നിന്നെക്കുറിച്ച് ഓർക്കാതെ, നിന്നെ കാണാതെ ഇരുളടഞ്ഞ എന്റെ ജീവിതത്തിൽ നിലനിൽപ്പില്ല. നിനക്ക് വേണ്ടി ഞാൻ എന്ത് സാഹസവും കാണിക്കും, എന്ത് ത്യാഗവും സഹിക്കും. എന്റെ ജീവൻ നിൽക്കുന്നത് നിന്നെക്കുറിച്ചുള്ള ആരാധനയിൽ മാത്രമാണ്. മീന, ഞാൻ പോകുന്നു. ബാരിസ്റ്റർ അശോകിന്റെ ഭാര്യയല്ലേ? അതെ. നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയാം. അശോകനെ വഞ്ചിച്ചിട്ട് രാജേന്ദ്രനുമായി കൂടി കാണുന്നതും മറ്റും എനിക്കറിയാം. നിങ്ങൾ ആരാണ്? എന്നോട് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം? ഞാൻ പോകും. നിങ്ങൾ പോകണം. പാവം അശോക് ആദർശവതിയായ ഭാര്യയെയും കാത്ത് വീട്ടിൽ നിൽക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യം? എനിക്ക് എന്താണ് കാര്യമെന്നോ? നിങ്ങൾ എന്റെ ജീവിതം നശിപ്പിച്ചു. നിങ്ങൾ എന്റെ കുടുംബം തകർത്തു. നിങ്ങളിപ്പോൾ അടുത്തു കൂടിയിരിക്കുന്ന ആ പുരുഷനുണ്ടല്ലോ, രാജേന്ദ്രൻ, എന്റെ ഭർത്താവാണ്. രാജേന്ദ്രൻ നിങ്ങളുടെ ഭർത്താവോ? അതെ. ആ മനുഷ്യൻ എന്നെ വിവാഹം കഴിച്ചിട്ട് വളരെ നാളായി. കള്ള! രാജേന്ദ്രൻ വിവാഹം കഴിച്ചിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. നിങ്ങൾക്ക് രാജേന്ദ്രനോട് പ്രേമമുണ്ടെന്ന് അശോകിനോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഒളിച്ചു വെക്കുന്നത് പോലെ എന്റെ കാര്യം രാജേന്ദ്രനും ഒളിച്ചു വെച്ചു. ഇന്ന് ഞാൻ എല്ലാ കാര്യവും എല്ലാവരുടെ മുമ്പിലും വെച്ച് തുറന്നു പറയും. വരൂ, എന്റെ കൂടെ വരൂ. ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരികയില്ല, ഒക്കുകയില്ല. ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ചെങ്കിലും അശോകിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ദയവ് ചെയ്തെന്നെ ഉപദ്രവിക്കരുത്. മേലാൽ ഒരിക്കലും ഞാൻ രാജേന്ദ്രന്റെ അടുത്ത് പോകുകയില്ല. ഞാൻ സത്യം ചെയ്യുന്നു. എന്റെ ജീവിതം നശിച്ചു. ഞാൻ നാട്ടിൽ നിന്ന് വന്ന് കുറെ ദിവസമായി. രാജേന്ദ്രൻ എനിക്ക് ആഹാരത്തിനുള്ള വക കൂടെ തരുന്നില്ല. 3 ദിവസമായി ഞാൻ പട്ടിണിയാണ്. നിങ്ങളൊക്കെ വലിയ ആളുകൾ, ധാരാളം പണമുണ്ട്. എല്ലാം പണം കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുന്നു. മീന, നിനക്ക് വേണ്ടി ഓഫീസ് പണി പോലും മുടക്കിട്ട് ഞാൻ നേരത്തെ വന്നു. പക്ഷെ നിന്നെ കണ്ടേയില്ല. ഇതാ മാറ്റിനിക്ക് 2 ടിക്കറ്റ് വാങ്ങിച്ചു, അതും വേസ്റ്റായി. സോറി, ഞാൻ സുകുമാരിയെ കാണാൻ പോയിരുന്നു. ഐ സി. ഒരു ഒന്നിച്ച് ചായ കഴിക്കാം. സുകുമാരിയുടെ വീട്ടിൽ എന്തായിരുന്നു മീന സംസാരം? ഇരിക്കും മീന, സിഡൗൺ സിഡൗൺ. രാമയ്യ, കേക്ക് ഇന്ന് ഞാൻ ചായ ചേർക്കും. എന്തോന്നാ മീന പറയുന്നത്? എന്താണ്? അല്ല മീന എന്തോ പറഞ്ഞു? ഒന്നുമില്ല. അല്ല ഞാൻ ഇനി പോവില്ലെന്നോ എന്തോ? ഞാൻ ചായ ചേർക്കാന്ന് പറയാ. ഞാൻ എപ്പോഴേ ചായ ചേർത്തില്ല. ആരോടെ വന്നല്ലോ. മീന, നിന്നെ അന്വേഷിച്ച് ആരോ വന്നിരിക്കുന്നു. എന്തിനാണ് നിങ്ങളിവിടെ വന്നത്? ഒരു കൂട്ടുകാരിയെ കാണാൻ വരുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ നിങ്ങളുടെ കൂട്ടുകാരിയല്ല. വേഗം പൊയ്ക്കോളൂ. എല്ലാ വണ്ടിപ്പെണ്ണുങ്ങളും ഇങ്ങനെയാണ്. സ്വന്തം രഹസ്യം തനിയെ പുറത്താക്കാൻ നോക്കും. നിങ്ങൾ എന്തിനിപ്പോൾ വന്നു? ഞാൻ ഒന്നും എടുത്തുകൊണ്ടു പോകാൻ വന്നതല്ല. രൂപ തന്നപ്പോൾ അതിലൊരു കത്തും കൂടിയിരുന്നു. അത് തിരികെ തരേണ്ടത് എന്റെ അന്തസ്സാണ്. വേഗം പൊയ്ക്കോളൂ. മേലാൽ ഇവിടെ വരരുത്. വീട്ടിൽ വന്നവരോട് ലോഗ്യമായി പെരുമാറും. ഞാൻ നിങ്ങളുടെ ഒരു കൂട്ടുകാരി എന്നെങ്കിലും വിചാരിച്ചു. നിങ്ങൾ എന്റെ കൂട്ടുകാരിയല്ല. എന്നാൽ ഞാൻ നിങ്ങളുടെ ഭർത്താവിനോട് രഹസ്യങ്ങളൊക്കെ പറയട്ടെ? വേണ്ട വേണ്ട. ശരി, ഇപ്പോൾ ഞാൻ പോകുന്നു. എനിക്ക് കുറെ രൂപ കൂടെ ആവശ്യം വരും. ആ, ഇനിയും കാണാം. ബൈ ബൈ.
ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മഴ എത്ര? 10. 10 മണിയോ? ഞാൻ കുറെ കൂടുതൽ ഉറങ്ങിപ്പോയി. കുട്ടികൾ സ്കൂളിൽ പോയി. അതെ, ഓഫീസിൽ പോയി. ദാ ഒരു ലെറ്റർ ആരോ ഒരാൾ കൊണ്ടു തന്നു. ആരോ എനിക്കറിയില്ല. എപ്പോ കൊണ്ടുവന്നു? അല്പം മുമ്പേ. അദ്ദേഹം കണ്ടോ? ഇല്ല. ശരി ശരി, നീ പൊയ്ക്കോ. മീന, ഇന്നലെ പെട്ടെന്ന് പോയതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ അസ്വസ്ഥനാണ്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയതേയില്ല. യാതൊരു ആഹാരവും എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. എനിക്കൊരു മനോസുഖവുമില്ല. മീനയെ എനിക്കൊന്ന് കാണണം. എന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഗൗരവമുള്ള ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. ഞാനിവിടെ കാത്തിരിക്കും. മീന വന്നില്ലെങ്കിൽ പിന്നീട് എന്നെ ഞാൻ എഴുതി എന്റെ മീനയെ വേദനിപ്പിക്കുന്നില്ല എന്ന് രാജേന്ദ്രൻ. എന്നെ എന്തിങ്ങനെ ദഹിപ്പിക്കുന്നു? വയ്യ, എനിക്കൊന്നും വയ്യ. ഞാൻ വരുന്നുണ്ട്. എനിക്ക് ചിലത് അറിയണം. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് എന്നോട് എന്തിനിങ്ങനെ എന്ന് എനിക്ക് ചോദിക്കണം. എല്ലാം ഇന്നോടെ അവസാനിക്കണം. നിങ്ങൾ കാമുകനെ കാണാൻ വന്നതാണ് അല്ലേ? നിഴൽ പോലെ എന്തിനാണ് എന്നെ പിന്തുടരുന്നത്? ഒരു കള്ളനെ പിന്തുടരുന്നത് എന്തിനാണെന്ന് ചോദിക്കാനുണ്ടോ? ഇനി ഒരിക്കലും രാജേന്ദ്രനെ കാണാൻ വരികയില്ലെന്ന് ഇന്നലെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ? രാജേന്ദ്രനെ കാണാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഭർത്താവിന്റെ വിവരങ്ങൾ ഭാര്യയ്ക്ക് അറിയാൻ കഴിയും. എനിക്ക് കത്ത് കിട്ടിയില്ലേ? നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, കെഞ്ചി പറയുകയാണ്. ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം. ഈ രഹസ്യം സൂക്ഷിക്കുന്നതിനുള്ള പ്രതിഫലമാണ് എനിക്ക് വേണ്ടത്. എന്ത് വേണം? ഈ ബാഗ് നന്നായിട്ട്. നല്ലത്. ബൈ ബൈ. എന്താണ് പിന്നെ എന്നോട് ഇറങ്ങി പോകാൻ പറയുന്നത്? ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? ഒരു സ്ത്രീ ദിവസം വന്ന് എന്നെ ശല്യപ്പെടുത്താറുണ്ട്.
അവരാണെന്ന് വിചാരിച്ചു. അവൾ എന്തിനൊന്ന് ശല്യപ്പെടുത്തുന്നു? അവക്ക് ഞാനൊരു ജോലി ഉണ്ടാക്കി കൊടുക്കണം പോലും. ഓഹോ, അവളോടുള്ള ദേഷ്യം എന്റെ മേൽ തീർത്തതാണോ? എന്തൊക്കെ ആയാലും ഇവരിപ്പോ എത്ര യോഗ്യരായിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും കൈ കോർത്ത് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഇവരുടെ കണ്ണ് കണ്ടാൽ അറിയാം ഇന്നലെ രാത്രി രണ്ടുപേരും ഉറങ്ങിയിട്ടില്ലാന്ന്. എനിക്ക് അല്പം കൂടെ പറയാനുണ്ട്. ഞാൻ എന്റെ മീനെ സ്നേഹിക്കുന്നത് പോലെ സുരേഷ് സുകുമാരി സ്നേഹിക്കുന്നു. എനിക്ക് വാക്ക് തരൂ, ഇനി സുരേഷിനെ വേദനിപ്പിക്കില്ലെന്ന്. പ്രോമിസ്? പ്രോമിസ്. വരൂ സുകുമാരി, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. ഞാൻ അകത്തേക്ക് പോട്ടെ. എവിടെ രണ്ട് പെണ്ണുങ്ങൾ ഒന്നിച്ചു ചേരുന്നോ അവിടെ ഇത്. പിന്നെ എന്തെല്ലാം വിശേഷം? ഒന്നുമില്ല. ഇരിക്കൂ സുകുമാരി. നീയും സുരേഷുമായി എങ്ങനെയാണ് യോജിപ്പിലായത്? എന്താ അങ്ങനെ ചോദിച്ചത്? നീയും എന്റെ സ്ഥിതിയിലായിട്ടുണ്ടോ? വെറുതെ ചോദിച്ചതന്നേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. മൂന്നാമതൊരാൾക്ക് അവരുടെ ഇടയിൽ സ്ഥാനമില്ല. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ സുരേഷിനോട് എന്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞു. കാല് പിടിച്ച് കരഞ്ഞു. അപ്പോ പിന്നെ എന്താണ്? സുരേഷ് എന്നെ ആലിംഗനം ചെയ്തു. ഒരിക്കൽ ആലിംഗനത്തിൽ പെട്ടുകഴിഞ്ഞാൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും തീരുകയില്ലേ? കുറ്റങ്ങൾ ഏറ്റുപറയാൻ ഭയം തോന്നിയില്ലേ? ഭയക്കേണ്ട കാര്യം എന്താണ്? സുരേഷ് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ? എന്താണ് മീന എങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിനക്കെന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ? ഒന്നുമില്ല. സുകുമാരി, സുകുമാരി. സുരേഷ് എന്നെ വിളിക്കുന്നു, ഞാൻ വരട്ടെ. മാപ്പ് ചോദിക്കുന്നതാണ് നല്ലത്. എന്താ മീന, നീ എന്താ പറയുന്നത്? ഒന്നുമില്ല. സുരേഷും സുകുമാരിയും യോജിപ്പിലെത്തിയത് നന്നായെന്ന് പറയായിരുന്നു. വളരെ നന്നായി. സുരേഷ് ഒരു നല്ല മനുഷ്യനാണ്. സുകുമാരിയോട് ക്ഷമിച്ചല്ലോ. അയാൾ ക്ഷമിച്ചു. അങ്ങ് സുരേഷിന്റെ സ്ത്രീയിലായിരുന്നെങ്കിൽ ക്ഷമിക്കുമായിരുന്നു. ഞാൻ എന്തിനു സുരേഷിന്റെ സ്ഥിതിയിലാവുന്നു? വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ സുരേഷിന്റെ സ്ഥിതിയിലായാൽ ക്ഷമിക്കില്ല. ഞാൻ അവളെ ശിക്ഷിക്കും. ഞാൻ സുകുമാരിയുടെ സ്ഥിതിയിലാണെങ്കിൽ മാപ്പപേക്ഷയില്ല. എന്തുകൊണ്ട്? ഈ ശിക്ഷയെ ഭയക്കുന്നവർ എന്തിനു കുറ്റം ചെയ്യുന്നു? മീനയ്ക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. ഒരു മനുഷ്യൻ എങ്ങനെ കുറ്റം ചെയ്യുന്നുവെന്ന് ഞാൻ ആലോചിക്കുകയാണ്. പുറത്താരോ വന്നിട്ടുണ്ട് മീന. നിങ്ങൾ ഇനി എന്നെ ഉപദ്രവിക്കാൻ വന്നിരിക്കുകയാണോ? പരിഭ്രമിക്കേണ്ട. മീനയുടെ സ്നേഹിത എന്ന നിലയ്ക്കാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കറിയാം, ഞാൻ കാരണം നിങ്ങൾ വളരെയേറെ വിഷമിക്കുന്നുണ്ട്. എന്നെ കാണുന്നത് പോലും ഞെട്ടലാണ്. വരൂ, നമുക്ക് അകത്തുപോയി സംസാരിക്കാം. അപ്പം ദാഹവും കൂടി ഇല്ലാതായിരിക്കുന്നു. ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ശരിയായിരിക്കും, നിങ്ങൾ വളരെ ദുഃഖിക്കുന്നുണ്ട്. രാജേന്ദ്രൻ മീനയുടെ ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വന്ന മനുഷ്യനാണ്. ആദ്യത്തെ പ്രേമം മറക്കാൻ പ്രയാസമാണ്. ഇപ്പോൾ ഞാൻ ആ മനുഷ്യനെ പൂർണ്ണമായി മറന്നിരിക്കുന്നില്ലേ? മറന്നിട്ടില്ല, മറക്കാൻ സാധ്യവുമല്ല. ഇപ്പോൾ മീന ഭയപ്പെടുന്നു എന്ന് മാത്രം. അത് പോകട്ടെ, അതിന്റെ കാര്യവുമല്ല. ഞാനിപ്പോൾ വന്നത് അവസാനമായി നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. മേലാൽ ഞാൻ ശല്യപ്പെടുത്തുകയില്ല, നിങ്ങളുടെ മുൻപിൽ വരിക കൂടെയില്ല. എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യാം. എനിക്ക് ഒരു 4000 രൂപ കൂടി വേണം. 4000 രൂപ? നിങ്ങൾക്ക് ഞാൻ എത്രയോ രൂപ തന്നു കഴിഞ്ഞു. അത്രയും രൂപ ഞാൻ ഇനി എവിടെ നിന്നുണ്ടാക്കും? അതെനിക്കറിയില്ല. അത്രയും രൂപ എനിക്ക് വേണം. ഓ, അപ്പോൾ എന്റെ സ്നേഹിതയായിട്ടല്ല എപ്പോഴും വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബ്ലാക്ക് മെയിലിംഗ് തുടരുകയാണ്. എന്റെ നിസ്സഹായതയിൽ നിന്ന് മുതലെടുക്കുകയാണല്ലേ? നിങ്ങളുടെ രഹസ്യം എന്നും സൂക്ഷിക്കണമെന്നുണ്ടോ? മാന്യയായി നാട്ടിലും വീട്ടിലും കഴിയണമോ? എങ്കിൽ എനിക്ക് 4000 രൂപ കൂടെ തരണം. അയ്യോ, എന്റെ കയ്യിൽ അത്രയും രൂപ എടുക്കാനില്ലല്ലോ. എന്നോട് ദയവ് കാണിക്കില്ലേ? ഓ, ഈ മോതിരം മതി. ഇതുകൊണ്ട് തൽക്കാലം ആവശ്യം നടക്കും. ഇല്ല, ഞാനത് തരില്ല. എന്നാൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഭർത്താവിനോട് എല്ലാം തുറന്നു പറയും. വേണ്ട വേണ്ട, എന്നോട് കരുണ കാണിക്കൂ. എനിക്ക് പണമാണ് വേണ്ടത്. ഏതായാലും ഈ മോതിരം ഞാൻ കയ്യിൽ വെക്കാം. വൈകുന്നേരം 4 മണിക്കകം രൂപ തന്നെ തിരിച്ചു വാങ്ങിക്കോളൂ. ഞാൻ ആ പാർക്കിൽ കാണും.
മീന, എന്തു പറയുന്നു? അശോക് ഇങ്ങോട്ട് വന്നാൽ എല്ലാം തുറമറിയേണ്ടി വരും. അപ്പോൾ വൈകുന്നേരം 4 മണിക്ക് പാർട്ടി. ബൈ ബൈ. മീന. മീന, ഡാർലിംഗ്, where were you? മീന, നീ വളരെയേറെ സമയമെടുത്തു. എന്റെ ഒരു കൂട്ടുകാരിയാണ് വന്നത്. അല്പം സംസാരിച്ചു. കൂട്ടുകാരി, അത് നല്ലത് തന്നെ. പക്ഷേ എന്നെ പറ്റി കൂടെ അല്പം ഒരു ശ്രദ്ധ വേണം. എന്താ മീന, നിന്റെ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ലല്ലോ. കാപ്പി കുടിക്കാം. മീന കാപ്പി കുടിച്ചോ? കുടിച്ചു. ഒരു സ്പൂൺ. ഓ, വീണ്ടും എല്ലാം മറക്കുന്നു. നോ മിൽക്ക് മാഡം. ഓ, ഇപ്പൊ നിന്റെ ഹൃദയത്തിൽ ഞാനില്ല, തീർച്ച. എന്താ അങ്ങനെ പറയുന്നത്? മോതിരം എവിടെ? മോതിരം ക്ലീൻ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം നിശ്ചയമായിട്ട് വാങ്ങിച്ചുകൊണ്ടുവരാം. ഇന്ന് വൈകിട്ട് തന്നെ വാങ്ങിക്കൊണ്ടുവരണം. ശരി. മീനെ, ഞാൻ ചില വിശ്വാസങ്ങളുള്ള മനുഷ്യനാണ്. ആ മോതിരം നിന്റെ കയ്യിലിടുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ മോതിരം നിന്റെ കയ്യിൽ കാണാതെ വരുമ്പോൾ ഞാൻ നിന്റെ ഹൃദയത്തിൽ ഇല്ലെന്ന് കരുതും എന്ന്. ഇന്ന് വൈകുന്നേരത്തെ തന്നെ മോതിരം വാങ്ങിച്ചുകൊണ്ട് വരണം. അല്ലെങ്കിൽ അന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കും. മീനയോ? വരും മീന, ഇരിക്കോ? വേണ്ട. എന്താ ഇങ്ങോട്ട്? എനിക്ക് അത്യാവശ്യമായ ഒരു കാര്യമുണ്ട്. എന്താ? എനിക്ക് കുറച്ച് രൂപ വേണം. എന്ത് വേണം? 4000 രൂപ. അയ്യോ, 4000 രൂപയോ? 200 300 വേണമെങ്കിൽ കാണും. സുമാരി, ഞാൻ ഇറങ്ങട്ടെ. എന്താ ഇത്ര തിടുക്കം? പറയാം, എല്ലാം പിന്നെ പറയാം. മീന, എന്റെ ഭാര്യ? അതെ, ആ സ്ത്രീ ലീല എന്റെ ജീവിതം താറുമാറാക്കിയവൾ. എന്റെ നിഴൽ പോലെ പിന്തുടർന്നു എന്റെ പണം മുഴുവൻ പിടുങ്ങാൻ നോക്കുന്ന നിങ്ങളുടെ ഭാര്യ. ഭാര്യ? എനിക്കോ? എന്തൊക്കെയാണ് മീന ഈ പറയുന്നത്? ഞാൻ പറയുന്നത്, നിങ്ങൾ അല്പം അന്തസ്സുള്ള ഒരു മനുഷ്യനല്ല. നിങ്ങളൊരു വിവാഹം കഴിച്ചിട്ട് അതെന്നോട് മറച്ചു വെച്ചു. കള്ളം, എല്ലാം ചതിവാണ്. ആരാണ് ഇതൊക്കെ പറഞ്ഞത്? നിർദോഷിയാവാൻ ശ്രമിക്കണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എന്നെ വിശ്വസിക്കൂ, എന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് മാത്രമേ സ്ഥാനമുണ്ടായിട്ടുള്ളൂ. അത് മീനയ്ക്കാണ്. ഇതാ നോക്കൂ, ഈ ദിവസങ്ങൾ ഇല്ലാത്ത ദുഃഖവുമായി ഈ മുറിയിൽ നിന്ന് ഈ ചിത്രം ഞാൻ പെയിന്റ് ചെയ്യുകയായിരുന്നു. എന്റെ രക്തത്തിൽ ബ്രഷ് മുക്കിയാണ് ഈ ചിത്രം ഞാൻ പെയിന്റ് ചെയ്യുന്നത്. എനിക്കെങ്ങനെ ഒരു വഞ്ചകനാകാൻ സാധിക്കും മീന? അവൾ പിന്നെ ആരാണ്? എനിക്ക് അവളെ കാണണം. ഇതെന്റെ ജീവിതത്തെയും മരണത്തെയും തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അതാ അവൾ ലീല. എനിക്കവളെ കാണണം.
എന്നെ അന്വേഷിച്ച് ഓഫീസിൽ വന്നിരിക്കുന്നു. വീട്ടിൽ വിശേഷമൊന്നുമില്ല. കിട്ടുണ്ടോ നീ? മോതിരം എന്നിട്ട് കിട്ടിയോ? ഇല്ല, ഇന്നും റെഡിയായിട്ടില്ല. എപ്പോ കിട്ടും? ഈ മനുഷ്യർക്കെല്ലാം എന്ത് പറ്റുകയോ എന്തോ. എല്ലാവർക്കും എല്ലാറ്റിനും ടോബ്ലറ്റ്സ് വേണം. ഉറങ്ങാൻ ഗുളിക, ഉണരാൻ ഗുളിക, ആഹാരം കഴിക്കാൻ ഗുളിക, അത് ദഹിക്കാൻ ഗുളിക, എല്ലാത്തിനും ഗുളികകൾ തന്നെ. മാഡം, ഈ ടോബ്ലറ്റ്സ് അധികം കഴിക്കരുത്, പോയിസൺ ആണ്. മരുന്ന് ഇത് മതി. അതെനിക്കറിയാം. പൾസ് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. മിസ്റ്റർ അശോക്, ക്ഷമിക്കാൻ ഒന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. മേരി, നീ പോയി കുട്ടികളെ നോക്ക്. നിങ്ങൾ എന്നെ കൊന്നേ അടങ്ങുള്ളൂ എന്നാണ്. എന്തിനിങ്ങനെ ഇനിയും കയറി വരുന്നു? ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ചു, അതിന് നിങ്ങൾ സമ്മതിച്ചില്ല. മരിക്കാൻ ആഗ്രഹിച്ചു, അതും സാധിക്കുന്നില്ല. നിങ്ങൾ എന്നെ ഈ നിലയിലാക്കി, എന്നെ നശിപ്പിച്ചു. ചോദിക്കാതിരിക്കും മീന, ഞാൻ ശത്രുവല്ല, മിത്രമാണ്. വീണ്ടും സ്നേഹം പറഞ്ഞു വന്നിരിക്കുകയാണ്. നീചയായ ഒരു സ്ത്രീയാണ് നിങ്ങൾ. നിങ്ങൾ രാജേന്ദ്രന്റെ ഭാര്യയല്ല. എല്ലാം കള്ളം പറഞ്ഞു. കള്ളിയാണ്, കള്ളിയാണ്. ഞാൻ നിങ്ങളെ വെറുതെ വിടുകയില്ല. ഞാൻ നിന്നെ കൊന്നുകളയും, കൊന്നുകളയും, കൊന്നുകളയും. ഞാൻ അങ്ങയോട് ഇതുവരെ കള്ളം പറഞ്ഞു. ഈ സ്ത്രീ എന്റെ കൂട്ടുകാരിയല്ല. ഞാനിവിടെ അറിയുക പോലുമല്ല. എന്നല്ല എനിക്കറിയാം. ആരാണിവർ? എന്റെ സെക്രട്ടറി. സെക്രട്ടറിയോ? യെസ്. ഇവൾ കാണിച്ചതെല്ലാം ഞാൻ പറഞ്ഞതനുസരിച്ചാണ്. നിന്നെ പിന്തുടരാൻ പറഞ്ഞു വിട്ടതും ഞാൻ. മിസ്റ്റർ റോബർട്ട്സ്, യു കൻ ഗോ. മീന, സ്ത്രീയുടെ മറ്റൊരു പേരാണ് കുടുംബിനി എന്ന്. സ്ത്രീ നശിക്കാൻ തുടങ്ങിയാൽ കുടുംബം നശിക്കുന്നു, സമുദായം ആകെ ദുഷിക്കുന്നു. നീ എല്ലാ അതിർത്തി രേഖകളും വിട്ടു സഞ്ചരിച്ചു. ഒരു സ്ത്രീക്കും അതിന് അവകാശമില്ല. കുടുംബത്തിലെ സമാധാനം നശിപ്പിക്കാനോ ജീവിതം തകർത്ത് കളയാനോ ആർക്കും അധികാരമില്ല. മീന, വിവാഹത്തിന് മുൻപ് നീ രാജേന്ദ്രനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളുടെ മധ്യത്തിലേക്ക് വരികയില്ലായിരുന്നു. നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് നിന്റെ പ്രേമരഹസ്യം ഞാൻ അറിയുന്നത്. മീന കുറ്റക്കാരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് വഴങ്ങിക്കൊടുക്കുന്ന ഒരു ഭർത്താവാകാൻ എനിക്ക് സാധ്യമല്ല. മീന, ഒരിക്കൽ നീ എനിക്ക് വേണ്ടിയും എന്റെ കുട്ടികൾക്ക് വേണ്ടിയും നിന്റെ പ്രേമം ഉപേക്ഷിച്ചൊരു ത്യാഗം കാട്ടി. ഇപ്പോൾ ഞാനിതാ നിന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ സ്നേഹം ഉപേക്ഷിക്കാൻ തയ്യാറായി. എല്ലാവിധ ആർഭാടങ്ങളോടും കൂടി നിന്നെ രാജേന്ദ്രന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നിനക്ക് രാജേന്ദ്രനോടൊത്ത് സുഖമായി താമസിക്കാം. രാജേന്ദ്രൻ സാർ പുറത്തുനിന്ന് നിൽക്കുന്നു.
രാജൻ, നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പോകാം. ഇനി ഒരിക്കലും എന്നെ കാണാൻ ശ്രമിക്കില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ മീന. യാതൊന്നും എനിക്ക് കേൾക്കില്ല. ഹൃദയത്തിന്റെ ദൗർബല്യം കൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്തതൊന്നും ശരിയായിരുന്നില്ല. ഞാനൊരു സ്ത്രീയാണ്, ഒരു ഭാര്യയാണ്. ഭർത്താവിന്റെ അഭിമാനവും വീടിന്റെ ഭദ്രതയും സ്ത്രീയുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, അത് ആവർത്തിക്കുകയില്ല. നിങ്ങൾക്ക് പോകാം. മീന, ഞാൻ മീനയല്ല, മിസ്സസ് അശോകാണ്. ഞാനിപ്പോൾ എത്രത്തോളം സന്തോഷവാനാണെന്ന് നിനക്കറിയില്ല. എനിക്ക് എന്റെ മീനയെ ഒത്തിരി തെറ്റുകളെ കുറിച്ച് ഒരാൾ പശ്ചാത്തലിക്കുമ്പോൾ ഇന്നലെ വരെ മറന്നു കളയാം. ഇന്നു മുതൽ പുതിയൊരു ജീവിതം തുടങ്ങി.